നമസ്കാരം. മാർക്ക് ഫെല്ലറും ജൂവും ആ ഗുഹയിൽ അങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് രണ്ടാമതും ഈസ്റ്റേൺ കോണ്ടിനെന്റിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടി. അതവര് അതിവേഗം കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും ഒരു അവസരം കിട്ടി. ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാർക്കിനും ജൂവിനും കൂടി ഏകദേശം 44 പോയിന്റുകളായി. 44 പോയിന്റുകളായതും മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഞാൻ ഈ പോയിന്റ് ഉപയോഗിച്ച് ആ പ്രധാന പീക്കിലേക്ക് ചെന്ന് അവിടെയുള്ള സംവിധാനങ്ങളൊന്നും നോക്കാം. ജൂ സമ്മതിച്ചു എന്ന് മാത്രമല്ല, ജൂവിന്റെ പോയിന്റ് കൂടി മാർക്കിന് കൊടുക്കുകയും ചെയ്തു. ആ പോയിന്റുമായിട്ടാണ് മാർക്ക് പ്രധാന പീക്കിലേക്ക് പോയത്. ഈ സമയത്ത് സദേൺ മേഖലയിൽ ഒരു യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനും ഈസ്റ്റേൺ പ്രോവിൻസിലെ ഗോഡ് ബ്ലസ് സെക്ഷനും തമ്മിലാണ് അവിടെ ഫൈറ്റ് നടക്കുന്നത്. ആ ഫൈറ്റിലേക്ക് ആളുകളെയൊക്കെ അയച്ചെങ്കിലും ആ ഗോഡ് ബ്ലസ് സെക്ഷന്റെ തലവൻ ആ ഫൈറ്റിൽ മനഃപൂർവ്വം പങ്കെടുക്കാറില്ല. അയാൾ നേരത്തെ തന്നെ ശ്രീറാമിന് വിവരം കൊടുത്തിട്ടുമുണ്ട്. ടോം കുടുംബക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റേൺ പ്രോവിൻസിൽ നിന്ന് ആ ഗോഡ് ബ്ലസ് ഫാമിലിക്കാർ, ആ ക്ലാൻകാർ സദേൺ മേഖലയിലെ ആ ക്ലൗഡ് സെക്ഷനെ ആക്രമിക്കുകയാണെന്നുള്ള കാര്യം അങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ സെക്ഷൻ ലീഡർ ശ്രീറാമിനെ അറിയിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ മാർക്കും ജൂവും കൂടി ആ പോയിന്റുകളൊക്കെ നേടിയെടുത്തത്. ആ പോയിന്റുമായിട്ട് മാർക്ക് ഫെല്ലർ ആ പ്രധാന പീക്കിന് സമീപമെത്തി. അവിടെയാണ് സാക്ഷാൽ ഡീൻലി ഉള്ളത്. മാർക്ക് അവിടെ എത്തിയതും മാർക്കിന്റെ മുന്നിൽ 2 ചെറുപ്പക്കാർ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അവര് എവിടെ നിന്ന് എങ്ങനെ മാർക്കിന് മുന്നിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്ക് അവിടുത്തെ ആ ഗേറ്റിന് മുന്നിൽ എത്തിയതും പെട്ടെന്ന് മാർക്കിന് മുന്നിൽ ആ ചെറുപ്പക്കാർ വരികയായിരുന്നു. അവർ മാർക്കിനോട് ചോദിച്ചു, എന്താ? ഞാൻ ഇവിടുത്തെ ലൈബ്രറി ഒന്ന് കാണാൻ വന്നതാ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവന്റെ കയ്യിലുള്ള ആ ടോക്കൺ അവരെ കാണിച്ചു. മാർക്കിന്റെ കയ്യിൽ ജൂ ഹാൻഡ് ഓവർ ചെയ്തും ചേർത്ത് ഇപ്പോൾ 44 പോയിന്റ് ഉണ്ട്. അത് കണ്ടതും ആ ചെറുപ്പക്കാർ മാർക്കിനെ അകത്തേക്ക് വിളിച്ചു. മാർക്കിനെ കൊണ്ട് അവര് നടന്നു കയറിയത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. ആ ഹാൾ വഴി മാർക്കും ആ ചെറുപ്പക്കാരും കൂടി അല്പദൂരം നടന്നു. ആ ഹാളിൽ നിന്ന് മാർക്ക് ആ ചെറുപ്പക്കാർക്കൊപ്പം പുറത്തിറങ്ങുമ്പോൾ ശരിക്കും മാർക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടെ ആകാശത്തിലേക്ക് ഒരു കൂറ്റൻ കെട്ടിടം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ കെട്ടിടത്തിൽ ശരിക്കും മേഘങ്ങൾ തട്ടി നിപ്പുണ്ട്. മേഘങ്ങൾക്കുള്ളിലാണ് ആ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും. മുകളിലേക്ക് അതുകൊണ്ട് തന്നെ എത്ര നിലകളുണ്ടെന്ന് ചോദിച്ചാൽ മാർക്കിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ മേഘങ്ങൾ ആ കെട്ടിടത്തെ വളഞ്ഞിരിക്കുകയാണ്. അതിവിപുലമായ അതിവിശാലമായ ഒരു കെട്ടിടം. മാർക്ക് അമ്പരപ്പോടെ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഇത് മിസ്റ്റിക് വേൾഡിലാണോ? ഹേയ് മാർക്ക്, നിന്റെ ഊഹം ശരിയാണ്. ഇത് ശരിക്കും ഒരു മിസ്റ്റിക് വേൾഡാണ്. ഒരു ട്രൂ സെയിന്റിന് പോലും ഈ മിസ്റ്റിക് വേൾഡിലേക്ക് ബലമായി കടക്കാൻ കഴിയില്ല. ഇത് ഈ അക്കാഡമി സ്ഥാപിച്ച ഇമ്മോർട്ടൽ എംപറർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മിസ്റ്റിക് വേൾഡാണ്. ഈ മിസ്റ്റിക് വേൾഡിലേക്ക് ഒരാൾക്കും കടക്കാൻ കഴിയില്ല. വളരെ സുരക്ഷിതമായ ഒരു ലൈബ്രറിയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അർത്ഥം. മാർക്കിന് വല്ലാത്തൊരു കൗതുകം എന്തായാലും ആ നിമിഷം മുതൽ ഉണ്ടാവുകയാണ്. ആ ചെറുപ്പക്കാർ മാർക്കിനെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടത്തിവിട്ടു. മാർക്കിനോടായി അവർ പറഞ്ഞു, മാർക്ക്, നിനക്ക് 6 മണിക്കൂർ സമയമുണ്ട്. ഈ 6 മണിക്കൂർ കൊണ്ട് നിനക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് കാര്യങ്ങളും വായിച്ചെടുക്കാം. വായിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാകുന്ന സാധനം നീ നോട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വില നോക്കുക. ആ വില നിന്റെ കയ്യിലിരിക്കുന്ന കോയിനുമായി പൊരുത്തപ്പെടുമെങ്കിൽ നിനക്ക് ആ പുസ്തകം കൗണ്ടറിലേക്ക് കൊണ്ടുവരാം. അത് നിനക്ക് വായിക്കാനായി അവിടുന്ന് വിട്ടുതരും. ആ ലൈബ്രറിയുടെ വ്യവസ്ഥ ആ ചെറുപ്പക്കാർ മാർക്കിനോട് വ്യക്തമാക്കിയതാണ്. മാർക്ക് ആ ചെറുപ്പക്കാർക്കൊപ്പം ആ ബിൽഡിങ്ങിന്റെ 1ാമത്തെ നിലയിലേക്ക് കടന്നു. അതിനകത്തേക്ക് കടന്ന മാർക്കിന് ശരിക്കും ഒരു വല്ലാത്ത അതിശയം ഒറ്റ കാഴ്ചയിൽ തന്നെ ഉണ്ടാവുകയാണ്. അവിടെ ആ നിലയിൽ ഒരു ഭാഗത്ത് സ്പെല്ലുകളുടെ പുസ്തകങ്ങളായിരിക്കുന്നത്, മാന്ത്രിക സ്പെല്ലുകൾ. വേറൊരു ഭാഗത്ത് മാന്ത്രിക ആയുധങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. 3ാമത്തെ ഭാഗം മാർക്കിനെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. അവിടെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകളുടെ വൻ നിരയാണ് മാർക്കിനെ കാത്തിരിക്കുന്നത്. മാർക്ക് ആദ്യമായി മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് പഠിക്കുന്നത് പൗലിയം മാസ്റ്റർക്കൊപ്പം ആ പടിക്കെട്ടുകൾ കയറിയാണ്. അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു. അതിനുശേഷം ഹോളി റീജിയനിൽ എത്തിയപ്പോഴാണ് മാർക്ക് 2ാമത് ഒരു മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് പഠിക്കുന്നത്. അത് സാത്താമാല ടെക്നിക്കാണ്. ആ സാത്താമാല ടെക്നിക്ക് പഠിച്ചതിന്റെ ഫലമായിട്ട് മാർക്കിന് ഇപ്പോൾ പ്രിമോർഡിയൽ സ്പിരിറ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് അറിയാവുന്ന മാർക്കിന് ഇപ്പോൾ തന്റെ മുന്നിൽ കണ്ട ആ ലൈബ്രറിയിലെ ടെക്നിക്കുകളുടെ എണ്ണം കണ്ട് ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്.
എണ്ണാൻ പറ്റാത്തത്ര മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകൾ അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. താൻ പഠിച്ചതും അറിഞ്ഞതും ഒരു വലിയ വൈക്കോൽ കൂനയിലെ ഒരു ചെറിയ വൈക്കോല് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാനുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മാർക്കിന് മനസ്സിലായി. മാർക്ക് ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകൾ ഒന്നൊന്നായി മറിച്ച് നോക്കി തുടങ്ങി. മാർക്ക് പഠിച്ചതുപോലെ തന്നെയുള്ള ടെക്നിക്കുകളും ഉണ്ട്, മാർക്ക് പഠിക്കാത്ത ശൈലിയിലുള്ള ടെക്നിക്കുകളും ഉണ്ട്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത ശൈലിയിലുള്ള മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കാണ് വേണ്ടതെന്ന് ആ പുസ്തകങ്ങൾ മാർക്കിനോട് പറയാതെ പറയുകയാണ്. മാർക്ക് ആ ടെക്നിക്കുകളിലൂടെ ഒന്ന് കടന്നുപോയിട്ട് മറുഭാഗത്തുള്ള ആ സ്പെല്ലുകൾ ഇരിക്കുന്ന മേഖലയിലെത്തി. ഒരുപാട് ഡിവൈൻ സ്പെല്ലുകൾ അവിടെ ഉണ്ട്. അമ്പരപ്പിക്കുന്ന ശക്തി നൽകുന്ന ഡിവൈൻ സ്പെല്ലുകളുടെ വൻ കേന്ദ്രമാണ് അവിടെ ഉള്ളത്. മാർക്ക് അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആ ഡിവൈൻ ആർട്ടിഫാക്റ്റുകൾ ഇരിക്കുന്ന മേഖലയിലെത്തി. അവിടെ മാർക്കിനെ അതിശയിപ്പിച്ചത് അവിടെയുള്ള ആർട്ടിഫാക്റ്റുകളുടെ ഒരു വ്യത്യസ്തതയാണ്. ആയുധങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്, അതല്ലാത്ത സംവിധാനങ്ങളുമുണ്ട്. ആയുധങ്ങൾ എപ്പോഴും ഒഫൻസിനാണ്, ആക്രമിക്കാനാണ്. ഇവിടെ ഡിഫൻസിനുള്ള സാധനങ്ങളുമുണ്ട്. ഏത് ആക്രമണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ, നമ്മളെ അദൃശ്യരാക്കുന്ന മാജിക്കൽ സംവിധാനങ്ങൾ, കണ്ണാടികൾ, ചെരുപ്പ് വരെ വ്യത്യസ്തമായ ശൈലിയിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോന്നിന്റെയും വിലയും അതിനോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്ക് കൗതുകപൂർവ്വം ആ ആയുധങ്ങളിലൂടെയും ആ ആർട്ടിഫാക്റ്റുകളിലൂടെ നടക്കുമ്പോൾ മാജിക് നിലവറകളുടെ ഒരു വൻ ശേഖരം മാർക്ക് കണ്ടു. പല ശൈലിയിൽ പല അളവിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മാജിക് നിലവറകൾ. ആ നിലവറയിൽ എത്ര ശേഖരിക്കാമെന്നും എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പുകളും അവിടെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ മാർക്ക് കണ്ടു തീരുമ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ രണ്ടാമത്തെ നിലയിലേക്കുള്ള പടിക്കെട്ടിൽ പതിയുന്നു. മാർക്ക് ഉടൻ ആ പടിക്കെട്ട് വഴി രണ്ടാമത്തെ നിലയിലെത്തി. നേരത്തെ മാർക്ക് കണ്ട അതേ സാധനങ്ങളുടെ ഒരു ഹയർ വെർഷനാണ് ശരിക്കും രണ്ടാമത്തെ നിലയിലുള്ളത്. ഒന്നാമത്തെ നിലയിൽ മാർക്ക് കണ്ട ആർട്ടിഫാക്റ്റുകളെ ബഹുദൂരം പിന്തള്ളുന്ന ശക്തിയുള്ള ആർട്ടിഫാക്റ്റുകളുടെ ഒരു വൻ ശേഖരം. സ്പെല്ലുകളും അതുപോലെ തന്നെ. അതേപോലെ തന്നെയാണ് ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകൾ. ശരിക്കും അമ്പരപ്പിക്കുന്ന വ്യത്യാസം താഴത്തെ നിലയിലെ ആ സാധനങ്ങൾക്കും രണ്ടാമത്തെ നിലയിലെ സാധനങ്ങൾക്കും തമ്മിലുണ്ട്. അത് മുഴുവൻ ഒന്ന് നോക്കിയ മാർക്കിന് മൂന്നാം നിലയിലേക്ക് കടക്കാൻ പെട്ടെന്നൊരു ആഗ്രഹം. മാർക്ക് അതിവേഗം സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ നിലയിലെത്തി. അവിടെ കാണുന്നത് ആദ്യത്തെ രണ്ട് നിലകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാധനങ്ങളാണ്. ഒരുപാട് തലങ്ങൾ മുകളിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് മൂന്നാമത്തെ നിലയിൽ മാർക്കിനെ കാത്തിരിക്കുന്നത്. മാർക്കിന് അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു ആർത്തി പോലെ തോന്നുകയാണ്. അടിപൊളി സംഭവങ്ങളുടെ ഒരു വൻ നിര തന്നെ അവിടെ ഉണ്ട്. മാർക്ക് അങ്ങനെ നോക്കി വരുമ്പോൾ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകൾ പലതും കാണുകയാണ്. പല സാധനങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിന്റെ വില മാർക്കിന് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. പലതും വാങ്ങാൻ മിനിമം 100 പോയിന്റ് എങ്കിലും വേണം. മാർക്കിന്റെ കയ്യിൽ ആകെ ഉള്ളത് 44 പോയിന്റാണ്. ആ പോയിന്റിന്റെ പകുതിയും ജൂവിന്റെയാണ്. 44 പോയിന്റുകൾ കൊണ്ട് അവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും വാങ്ങാൻ പറ്റില്ല. എന്നാൽ ഒന്നാമത്തെ നിലയിലെ സാധനങ്ങൾക്ക് പലതിനും ഈ 44 പോയിന്റുകൾക്ക് താഴേക്ക് വിലയുള്ളൂ. രണ്ടാമത്തെ നിലയിൽ ഒരു 60-65 പോയിന്റ് വരെയൊക്കെ പോകുമായിരുന്നു. മൂന്നാമത്തെ നിലയിൽ എത്തിയപ്പോൾ പെട്ടെന്നാണ് അത് 100ലേക്ക് കടക്കുന്നത്. പക്ഷേ ഗുണമേന്മയിൽ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ട്. മാർക്കിന് അവിടെയുള്ള പലതും ആവശ്യമുണ്ട്, പക്ഷേ കയ്യിൽ പോയിന്റ് ഇല്ല. മൂന്നാമത്തെ നിലയിൽ ഇതാണ് സംഭവമെങ്കിൽ നാലാമത്തെ നിലയിൽ എന്തായിരിക്കും അതറിയാൻ വേണ്ടി മാർക്ക് സ്റ്റെപ്പ് കയറി നാലാമത്തെ നിലയിലെത്തി. നാലാമത്തെ നിലയിലെ വാതിൽക്കിലെത്തിയതും മാർക്കിന് അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു അദൃശ്യമായ തടസ്സം മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്ക് കൈകൊണ്ട് ബലം പ്രയോഗിച്ചെങ്കിലും വാതിൽ തുറക്കുന്നില്ല. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാർ അങ്ങോട്ട് നടന്നു വരുന്നത് മാർക്ക് കണ്ടു. അവരെ കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, എന്താ ഈ വാതിൽ തുറക്കാത്തത്? മാർക്ക്, അത് തുറക്കണമെങ്കിൽ നീ റിവേർഷൻ ഓയിൽ സ്റ്റേജിലേക്ക് കടക്കണം. റിവേർഷൻ ഓയിൽ സ്റ്റേജിലേക്ക് കടക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനകത്തുള്ള സ്പെല്ലുകൾ ഉപയോഗപ്പെടുത്തുള്ളൂ. അവർക്ക് വേണ്ടി മാത്രമേ അത് തുറക്കത്തുള്ളൂ. അത് കേട്ടപ്പോൾ മാർക്കിന് ശരിക്കും ഒരു അതിശയം തോന്നുകയാണ്. മാർക്ക് പെട്ടെന്ന് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, അപ്പോ അഞ്ചാമത്തെ നിലയിലോ? അഞ്ചാമത്തെ നില ട്രൂ സെയിന്റുകൾക്കുള്ളതാണ്. ആറാമത്തെ നില? ഹേയ് മാർക്ക്, അതിനെക്കുറിച്ചൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? അത് ട്രിബുലേഷൻ സ്റ്റേജിലുള്ളതല്ലേ. അപ്പോ അതിന് മുകളിലേക്കുണ്ടോ? മാർക്ക്, ട്രിബുലേഷൻ സ്റ്റേജിൽ ഒരുപാട് ലെവലുകളില്ലേ? സ്വാഭാവികമായിട്ടും അതുപോലെ നിലകളും മുകളിലേക്കുണ്ട്. മാർക്കിന് അത് കേട്ടപ്പോൾ അവിശ്വസനീയതയോടെ മുകളിലേക്ക് നോക്കാനേ പറ്റുള്ളൂ. മുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അവിടെ എന്താണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് മാർക്കിന് അറിയില്ല. മാർക്ക് റിവേർഷൻ ഓയിൽ സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല. എന്തായാലും താൻ വന്നു പെട്ടിരിക്കുന്ന സ്ഥലം
തനിക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. മാർക്കിൻ്റെ കൾട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഈ തണ്ടർ കോർട്ട്യാർഡിലുണ്ട്. അക്കാര്യത്തിൽ മാർക്കിന് സംശയമൊന്നുമില്ല. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ മാർക്കിനോടായി ആ ചെറുപ്പക്കാർ പറഞ്ഞു, മാർക്ക്, നിനക്ക് ഇവിടുന്ന് മടങ്ങാനുള്ള സമയമായി. ആ ചെറുപ്പക്കാർ അത് പറഞ്ഞപ്പോഴാണ് മാർക്കും അത് ആലോചിക്കുന്നത്. മാർക്ക് ആ ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് ശരിക്കും 6 മണിക്കൂറായി. ആ സ്പെല്ലുകളിലും ആയുധങ്ങളിലും ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകളിലും മാർക്ക് മുഴുകിപ്പോയതുകൊണ്ട് ശരിക്കും സമയം പോയത് മാർക്ക് അറിഞ്ഞില്ല എന്നാണ് സത്യം. മാർക്ക് ആ ചെറുപ്പക്കാർക്കൊപ്പം നടന്ന് താഴത്തെ നിലയിലെത്തി. അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് പതുക്കെ സാവധാനം മാർക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ആലോചിക്കുന്നത് മുഴുവൻ സെൻട്രൽ പ്ലെയിനിലെ ആ രണ്ടാമത്തെ കയോട്ടിക് ബോഡിക്കാരനെ കുറിച്ചാണ്. ആ രണ്ടാമത്തെ കയോട്ടിക് ബോഡിക്കാരന് മാർക്ക് ഇപ്പോൾ സ്വപ്നത്തിൽ എന്ന വണ്ണം കണ്ട ആ സ്പെല്ലുകളും ആയുധങ്ങളും ആ സർക്കുലേഷൻ ടെക്നിക്കുകളും മറ്റ് റിസോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ ലഭ്യമായിരിക്കും. അയാൾക്ക് അതിവേഗം വളരാനാകും. ആ വളർച്ച സ്വാഭാവികമായും എമിലി ബ്ലാക്കിനെ നേടാൻ അയാളെ സഹായിക്കും. അത് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ വരികയാണ്. ശരിക്കും ഒരു വിഷമം മാർക്കിന് ഉള്ളിൽ തട്ടി തുടങ്ങി. താൻ ഈ ഓട്ടത്തിൽ പിന്തള്ളപ്പെട്ടു പോകുമോ? ആ ഒരു ഭയം മാർക്കിന്റെ ഉള്ളിൽ വരികയാണ്. സെൻട്രൽ പ്ലെയിനിൽ ഒരുപാട് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്. വലിയ വലിയ പ്രഭു കുടുംബങ്ങൾ, രാജാക്കന്മാരെ പോലെ സമ്പന്നമായ ശക്തരായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ 9 എണ്ണം അറിയപ്പെടുന്ന കുടുംബങ്ങളാണ്. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബമാണ് ബ്ലാക്ക് കുടുംബം. ആ ബ്ലാക്ക് കുടുംബത്തിന്റെ രാജകുമാരിയാണ് എമിലി ബ്ലാക്ക്. ആ എമിലി ബ്ലാക്കിനെ അതുപോലെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലെ ആളാണ് ആ എമിലി ബ്ലാക്കിനെ അതുപോലെ അറിയപ്പെടുന്ന മറ്റൊരു അരിസ്റ്റോക്രാറ്റിക് കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ബ്ലാക്ക് കുടുംബം ആഗ്രഹിക്കുന്നത്. ആ ചെറുപ്പക്കാരനെയും അവർ കണ്ടെത്തിയിരിക്കുകയാണ്. അവന് കയോട്ടിക് ബോഡിയാണുള്ളത്. ബ്ലാക്ക് കുടുംബത്തെ പോലെ പ്രസിദ്ധമായ, അവരെ പോലെ സമ്പത്തുള്ള, അവരെ പോലെ സ്വാധീനമുള്ള, എല്ലാത്തരം റിസോഴ്സസുമുള്ള ആ കുടുംബത്തിലെ ചെറുപ്പക്കാരൻ തന്നെ ഓവർടേക്ക് ചെയ്യുമോ? ആ ഒരു ചിന്ത മാർക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ സൂചി കുത്തും പോലും വന്ന് കൊള്ളുകയാണ്. അത് ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ടെൻഷൻ മാർക്കിനുണ്ട്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് മടങ്ങിയെത്തിയത്. അവിടെ എത്തിയതും ജൂ മാർക്കിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാർക്ക് താൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതോടൊപ്പം അവൻ്റെ ഭയവും ജൂവിനോട് പങ്കുവച്ചു. അത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത്? നിന്റെ ലെവലിൽ ഒരാളും നിന്നെ തോൽപ്പിക്കില്ല. അത് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിന്റെ എതിരാളി റിവേഷൻ ഔട്ട് സ്റ്റേജിലാണ്. അതാണല്ലോ നിന്റെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മാർക്ക്, നീ അതിവേഗം റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കുക. അങ്ങനെ കടന്നാൽ നിന്നെ അവന് തോൽപ്പിക്കാനാവില്ലല്ലോ. വളരെ സിമ്പിളായിട്ടാണ് ജൂ ഉത്തരം കണ്ടെത്തുന്നത്. പക്ഷെ മാർക്കിന് മറ്റൊരു കാര്യം അറിയാം. റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്കുള്ള ആ യാത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രീറാം മാർക്കിനോട് ആ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു മൈറ്റി ലെവലുകാരൻ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കാലത്തെ കൾട്ടിവേഷൻ വേണ്ടി വരും. മാർക്കിന് മുന്നിൽ ആകെയുള്ളത് 5 കൊല്ലമാണ്. 5 കൊല്ലം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ആ ദിവസം എത്തും. ആ മനോഹരമായ ദിവസത്തിൽ എമിലി ബ്ലാക്കിന്റെ വിവാഹം നടത്താനാണ് ബ്ലാക്ക് കുടുംബം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്കിന് മുന്നിലുള്ള സമയം വളരെ പരിമിതമാണെന്നാണ്. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മൈറ്റി ലെവലിൽ നിൽക്കുന്ന മാർക്ക് എങ്ങനെ ആ റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് എത്തും? മാർക്ക് തന്റെ സംശയങ്ങൾ ജൂവിന്റെ മുന്നിൽ പങ്കുവച്ചപ്പോൾ ജൂ മാർക്കിനെ ആശ്വസിപ്പിച്ചു. മാർക്ക്, നീ ഇപ്പോഴത്തെ കാര്യം മാത്രം ആലോചിക്കും. ഇപ്പോൾ നിന്റെ വിഷയം എന്താണ്? നിനക്ക് റിവേഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടക്കാൻ എളുപ്പം പറ്റണം. അതിന് നിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ ആ ഹുയാൻചി ഫ്ലെയിം ഇരിക്കുകയല്ലേ? അത് വിഴുങ്ങിയാൽ ഉറപ്പായും നിന്റെ ശക്തി വർദ്ധിക്കില്ലേ? ജൂ, അത് അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല. അത് വിഴുങ്ങുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിലുള്ള ആ ചെകുത്താനെ എനിക്ക് തളയ്ക്കണം. ആ സാത്താൻകാരുടെ മെറിഡിയൻ ടെക്നിക്ക് ഉപയോഗിച്ചതിന് ശേഷം മാർക്ക് പ്രിമോഡിയൽ സ്പിരിറ്റ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ഉള്ളിൽ ആളുകളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചെകുത്താൻ വളർന്നു വരുന്നുണ്ട്. അത് അരുതെന്ന് പറയുന്ന ഒരാള് മാർക്കിന്റെ ഉള്ളിലുണ്ട്. അത് മാർക്കാണ്. മാർക്കിന്റെ ഉള്ളിൽ 2 വ്യക്തിത്വങ്ങൾ പതുക്കെ രൂപം കൊള്ളുകയാണ്. ആ ചെകുത്താനെ താൻ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ടാണ് മാർക്ക് ജൂവിനോട് അങ്ങനെ പറഞ്ഞത്. ഉടൻ ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അതിപ്പോ എന്ത് ചെയ്യും? ജൂ, അതിന് പറ്റിയ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്കുകൾ ഇവിടെ ഈ
തണ്ടർ കോർട്ട്യാർഡിലുണ്ട്. മാർക്ക് എന്താ പിന്നെ അതെടുക്ക്. ജൂ, അവിടെയാണ് പ്രശ്നം. നമ്മുടെ രണ്ടുപേരുടെ പോയിന്റ് കൂടെ കൂട്ടിയാലും 44 പോയിന്റല്ലേ ആവും. അത്തരം ടെക്നിക്കൽ വാങ്ങണമെങ്കിൽ 100 പോയിന്റെങ്കിലും വേണം. 100 പോയിന്റോ? അതെ ജൂ, 100 പോയിന്റ് വേണം. മാർക്ക്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വീണ്ടും ഇറങ്ങാം. ജൂന് എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യം ഈ ലോകത്തില്ല എന്നൊരു വിശ്വാസമാണ് ജൂവിനുള്ളത്. ജൂ അങ്ങനെ തീർത്തു പറയുമ്പോൾ മാർക്കിന് ഒരു ആശ്വാസം. എന്തായാലും മാർക്കും ജൂവും അങ്ങനെ കാത്തിരിക്കുമ്പോൾ വീണ്ടും അവര് ഒരു കാര്യം അറിഞ്ഞു. പുതിയ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞതും മാർക്കും ജൂവും അവിടെ ആ ഓർഡർ കൊടുക്കുന്ന സ്ഥലത്തെത്തി. അവരവിടെ എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ അവരെല്ലാം മാർക്കുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. മാർക്കും ജൂവും അവരുടെ ഒരു പാർട്ടാണല്ലോ. ഏയ് മാർക്ക്, പുതിയ ഓർഡർ വന്നിട്ടുണ്ട്, നീ എടുക്കുന്നില്ലേ? അതിനാ ഞാനും വന്നത്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലറും ജൂവും കൂടി അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ലിസ്റ്റ് ഒന്ന് നോക്കി. ആ ലിസ്റ്റിൽ ആരും എടുക്കാത്ത ഒരു പേര് മാർക്ക് കണ്ടു. ഒരു യാനിക് നോവയുടെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യാനിക് നോവയെ തട്ടിയാൽ ലഭിക്കുന്ന പോയിന്റ് 40 ആണ്. ഇപ്പോ മാർക്കിനും ജൂവിനും ചേർന്നുള്ള പോയിന്റ് 44 ആണ്. ഈ 40 കൂടെ കിട്ടിയാൽ 84 പോയിന്റ് ആവും. 100ലേക്കുള്ള മാർക്കിന്റെ ആ യാത്രയുടെ ഒരു നല്ല ഭാഗവും അതോടുകൂടി കടക്കാൻ പറ്റും. അത് മനസ്സിലായതും മാർക്ക് ആ പേരിന് നേരെ ടിക്ക് ചെയ്ത് ആ പേപ്പർ അകത്ത് കൗണ്ടറിൽ കൊടുത്തു. കൗണ്ടറിലുള്ള ആള് ആ ടിക്ക് ചെയ്തിരിക്കുന്ന പേരിലേക്ക് നോക്കിയിട്ട് ഒന്നും പറയാതെ ആ ഓർഡർ അടിച്ച് കയ്യിൽ കൊടുത്തു. ആ ഓർഡറുമായി മാർക്കും ജൂവും കൂടി പുറത്തേക്ക് വരുമ്പോൾ ആ ഡീമൺ സ്ലേയിങ് പീക്കിലെ ആളുകൾ അവരെ വളഞ്ഞു. മാർക്ക്, നീ എന്താ ഈ കാണിച്ചത്? എന്താ മാർക്ക്, ആരെങ്കിലും യാനിക് നോവയുടെ ഓർഡർ എടുക്കൂ. എന്താ യാനിക് നോവയുടെ ഓർഡറിന് കുഴപ്പം? മാർക്ക്, അവൻ ആരാന്ന് അറിയാവൂ? ആരാ കക്ഷി? ആരായാലും കൊല്ലപ്പെടേണ്ട ആളായിരിക്കുമല്ലോ. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിനോട് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മാർക്ക്, അയാളുടെ കയ്യിൽ ഡിവൈൻ വെപ്പൺ ഉണ്ട്, ഒരു സെയിന്റ് വെപ്പൺ. റിവേർഷൻ ഓൾഡ് സ്റ്റേജിന്റെ മുകളിലത്തെ സ്റ്റേജിലെ ട്രൂ സെയിന്റിലുള്ള ആളിന്റെ അതേ കപ്പാസിറ്റി ഉള്ള ഒരു ആയുധം ആ യാനിക് നോവയുടെ കയ്യിലുണ്ടെന്നാണ് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞത്. ട്രൂ സെയിന്റ് വെപ്പൺ എന്ന് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് പാതറി. മാർക്കിന്റെ സ്റ്റേജ് റിവേർഷൻ ഓൾഡ് സ്റ്റേജിന്റെ താഴെയാണ്. ഇതിപ്പോ വളരെ മുകളിലുള്ള ലെവലിലുള്ള ഒരു ആയുധവുമായിട്ടാണ് മാർക്ക് ഏറ്റുമുട്ടേണ്ടത്. സ്വാഭാവികമായിട്ടും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാർക്കിന് തോന്നിയ ആ നിമിഷത്തിൽ അവിടേക്ക് സോങ് ബൈ വന്നു. സോങ് ബൈ മാർക്കിനെയും ജൂവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ്. നടക്കുന്നിടയിൽ സോങ് ബൈ ജൂവിനോടും മാർക്കിനോടായി പറഞ്ഞു, നിങ്ങള് ആ യാനിക് നോവയുടെ ഓർഡർ എടുത്തത് അറിഞ്ഞിട്ട് ഞാൻ ഓടി വന്നത്. നിങ്ങള് ഈ കാണിച്ചത് എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ? സോങ് ബൈ, ഏത് ഓർഡറും നമുക്ക് ഒരുപോലെയല്ലേ? അവന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടെന്ന് കരുതി നമുക്കതിന് പിന്തിരിയാനൊന്നും പറ്റില്ലല്ലോ. ജൂവിന് ന്യായം ഉള്ളതുകൊണ്ടാണ് ജൂ അങ്ങനെ പറഞ്ഞത്. ജൂ അങ്ങനെ പറഞ്ഞതും സോങ് ബൈ ജൂവിനെയും മാർക്കിനെയും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നേരത്തെ ഈ യാനിക് നോവ ഉള്ള ഭാഗത്ത് ഒരു അറ്റാക്ക് ഇവിടെ ഈ ഡീമൺ സ്ലേയിങ് പീക്കിന്ന് നടത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. യാനിക് നോവയല്ല അന്ന് ലക്ഷ്യമിട്ടത്, അവിടെയുള്ള വേറെ ചില ആളുകളെയാണ്. 3 ട്രൂ സെയിന്റുകളെയാണ് അന്ന് ഇവിടുന്ന് അയച്ചത്. അന്ന് ഇവിടുന്ന് ആ ട്രൂ സെയിന്റുകൾ പോയത് ഒറ്റയ്ക്കല്ല. ആ 3 പേർക്കൊപ്പം 6 ട്രൂ സെയിന്റുകൾ സെൻട്രൽ പ്ലെയിനിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ 9 ട്രൂ സെയിന്റുകളാണ് ഈ യാനിക് നോവ ഉള്ള ഭാഗത്തേക്ക് ശരിക്കും പോയത്. മാർക്ക്, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാവോ? എന്താ സംഭവിച്ചത്? മാർക്ക്, ആ 9 പേരും കൊല്ലപ്പെട്ടു. 9 ട്രൂ സെയിന്റുകൾ കൊല്ലപ്പെട്ട ഒരു മേഖലയിലേക്കാണ് മാർക്കും അതുപോലെ ജൂവും പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. സോങ് ബൈ 2 പേരും ഒന്നുകൂടെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, അതിനുശേഷം ഒരാൾ പോലും ആ ക്രിംസൺ കോണ്ടിനെന്റിലേക്ക് പോയിട്ടേ ഇല്ല. ക്രിംസൺ കോണ്ടിനെന്റോ? മാർക്ക്, നീ അപ്പൊ അഡ്രസ് ഒന്നും നോക്കിയില്ലേ? അങ്ങനെ സോങ് ബൈ ചോദിക്കുമ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ ആ ഓർഡർ ഷീറ്റിന്റെ പുറകിലടിച്ചിരിക്കുന്ന അഡ്രസ് ഒന്ന് വായിച്ചു നോക്കുന്നത്. നേരത്തെ അവർ പോയതൊക്കെ ഈസ്റ്റേൺ പ്രോവിൻസിനകത്താണ്. ലീ ഹൗട്ടൺ എന്ന ആ കോണ്ടിനെന്റിന്റെ ഭാഗമാണ് ശരിക്കും ഈസ്റ്റേൺ പ്രോവിൻസ്. ലീ ഹൗട്ടനകത്ത് ഈസ്റ്റേൺ പ്രോവിൻസിനെ പോലെ സൗത്തും വെസ്റ്റും നോർത്തും പിന്നെ ഈ തണ്ടർ കോർട്ട്യാർഡും ഉണ്ട്. ഈ 5 സ്ഥലങ്ങളും പിന്നെ ഉള്ളത് ആ വനവുമാണ്, ഗ്രീൻ റോക്ക് ഫോറസ്റ്റ്. ഈ 6 ഏരിയയും ചേരുന്ന മേഖലയ്ക്കാണ് ലീ ഹൗട്ടൺ എന്ന് പറയുന്നത്. അതിന് പുറത്താണ് സെൻട്രൽ പ്ലെയിനും അതുപോലെ ഈ ഇപ്പോൾ അവർക്ക് പോകേണ്ട ആ ക്രിംസൺ കോണ്ടിനെന്റും ഒക്കെ. സോങ് ബൈ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവച്ചു.
ക്രിംസൺ കോണ്ടിനെന്റിനെ കുറിച്ച് ജൂവിന് അറിയാം. ജൂൻ കേട്ടിട്ടുണ്ട്. മാർക്ക്, ക്രിംസൺ കോണ്ടിനെന്റ് ശരിക്കും കുഴപ്പം പിടിച്ച സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹേയ് ജൂ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അവിടെ 6 സ്ഥലങ്ങൾ ശരിക്കും ഫോർബിഡൻ ഏരിയസ് എന്ന് അറിയപ്പെടുക. അവിടേക്ക് പോകാൻ പാടില്ല എന്ന് വ്യക്തമായ നിർദ്ദേശം നേരത്തെ നിലവിലുള്ളതാണ്. ആ 6 ഏരിയയ്ക്ക് പുറമെ ശരിക്കും ഫോർബിഡൻ ആയിട്ടുള്ളത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഉൾഭാഗമാണ്. അങ്ങനെ 7 സ്ഥലങ്ങളാണ് നമുക്ക് ചുറ്റുമായി നമ്മളാരും എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ലാത്തതായി ഉള്ളത്. സോങ്ബായ് അത് പറഞ്ഞതും ഹണ്ടർ ഓർഗനൈസേഷന് സമീപത്ത് ഒരു ലേലത്തിൽ മാർക്ക് പങ്കെടുത്ത രംഗം മാർക്കിന് ഓർമ്മ വരികയാണ്. അന്ന് ആ ലേലം നടത്തിയ വ്യക്തികൾക്ക് ആണിനും പെണ്ണിനും 2 മീറ്ററോളം പൊക്കം ഉണ്ടായിരുന്നു. അവര് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നാണ് അവിടേക്ക് വന്നതെന്ന് അന്ന് ആ ലേലത്തിൽ പങ്കെടുക്കുന്ന മറ്റാളുകൾ പറഞ്ഞ കാര്യം മാർക്കിന് അറിയാം. ആ സ്ഥലം ശരിക്കൊരു ഫോർബിഡൻ ഏരിയയാണ്, ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം. ആ ഫോറസ്റ്റിനകത്ത് അങ്ങനെ ഒരു സ്ഥലമാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഈ ക്രിംസൺ കോണ്ടിനെന്റിനകത്ത് അങ്ങനെയുള്ള 6 സ്ഥലങ്ങളുണ്ട്. അവിടെ ആർക്കും പ്രവേശനമില്ല. അഥവാ ആരെങ്കിലും പ്രവേശിച്ചാൽ അവര് കൊല്ലപ്പെടുകയും ചെയ്യും. അങ്ങനെ കൊല്ലപ്പെട്ട 9 ട്രൂ സെയിന്റുകളെ കുറിച്ചാണ് നേരത്തെ സോങ്ബായ് സൂചിപ്പിച്ചത്. അത് കേട്ടതും മാർക്ക് സോങ്ബായോട് ചോദിച്ചു, സോങ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഓർഡർ മടക്കി കൊടുത്തിട്ട് വേറെ ഓർഡർ എടുക്കും. മാർക്ക്, അതൊരു പ്രശ്നമാണ്. ഇവിടെ ഒരിക്കലും ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സോങ്ബായ് ആ പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. മാർക്കും ജൂവും വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് അവരുടെ ഡെത്ത് വാറണ്ടാണ്. ക്രിംസൺ കോണ്ടിനെന്റിലേക്ക് പോയാൽ ജീവനോടെ മടങ്ങി വരാൻ കഴിയില്ല. ആ കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. സോങ്ബായ് പോയി കഴിഞ്ഞതും മാർക്കും ജൂവും ആ വിഷയം തന്നെ ചർച്ച ചെയ്തു തുടങ്ങി. അവര് എന്തായാലും തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആ ഓർഡർ സ്വീകരിച്ചത്. അവര് അഡ്രസ്സ് നോക്കാതെ ആ ഓർഡർ കൈപ്പറ്റിയത് തികഞ്ഞ അബദ്ധമാണെന്നാണ് പോകുന്നതിന് മുമ്പേ സോങ്ബായ് പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അതാണ് മാർക്കും ജൂവും കൂടെ ചർച്ച ചെയ്തത്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്ക് പിന്തിരിയാൻ പറ്റില്ല, അതുകൊണ്ട് അവിടേക്ക് പോയേ പറ്റൂ. മാർക്ക്, നീ പോകാൻ തീരുമാനിച്ചാൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. നീ പോകുന്നില്ല തീരുമാനിച്ചാൽ അതിനും ഞാനുണ്ടാവും. എന്ത് തീരുമാനവും നിനക്കെടുക്കാം. ജൂ വളരെ കാഷ്വൽ ആയിട്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും അത് ശരിക്കും ഉള്ളിൽ തട്ടി പറയുന്നതാണ്. മാർക്കിനൊപ്പം ഏത് അറ്റം വരെ പോകാനും ജൂ തയ്യാറാണ്. മാർക്കിന്റെ കയ്യിൽ ആ പഴയ ഇരിപ്പ് വടിയും ഷിയാവു നൽകിയ ആ വളയും പിന്നെ ഉള്ളത് മാർക്കിന്റെ ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും അങ്ങനെ ചില സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ തനിക്ക് ഈ കോണ്ടിനെന്റിൽ എത്രത്തോളം ഉപയോഗപ്പെടുന്നു ചോദിച്ചാൽ മാർക്കിന് അറിയത്തില്ല. പിന്നെ മാർക്കിന്റെ കൈവശമുള്ളത് മാർക്കിന്റെ നിലവിലുള്ള ആ ഡ്രാഗൺ ഐയും മാർക്കിന്റെ ബോഡിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആ ഡ്രാഗൺ പവറുമാണ്. ബാക്കിയുള്ളതൊക്കെ സ്പെല്ലുകളാണെന്നേ പറയാൻ പറ്റും. ലൈൻ വേർഡ് ഫോർമുലയും ബാറ്റിൽ ഫോർമുലയും ഒക്കെ മാർക്കിന് ഫൈറ്റ് നടക്കുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് നൽകുമെങ്കിലും ഈ ഫോർബിഡൻ ഏരിയക്കുള്ളിൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയില്ല എന്നാണ് സത്യം. ജൂവിന്റെ കയ്യിൽ ആകെ ഉള്ളത് ഇപ്പോ ആ പർപ്പിൾ ക്ലൗഡ് പേള് നൽകുന്ന ആ പവറാണ്. പിന്നെ ജൂ ഒരു റിവേർഷൻ ഔട്ട്സേജുകാരിയാണ്. രണ്ടുപേരും അവരുടെ കയ്യിലുള്ള ആ പ്ലസും മൈനസും ഒക്കെ ഒന്ന് കണക്കൂട്ടി എന്തായാലും ഓർഡർ എടുത്തു, അതുകൊണ്ട് പോയേ പറ്റൂ. അങ്ങനെ 3ാമത്തെ ദിവസം അവർക്ക് പോകാനുള്ള സമയമായി. ഡീമൺ സ്ലേയിങ് പീക്കിൽ അവരെ ആ ക്രിംസൺ കോണ്ടിനെന്റിലേക്ക് അയക്കുന്നത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴിയാണ്. ആ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന സ്ഥലത്ത് മാർക്കും ജൂ എത്തുമ്പോൾ അവിടെ പീക്ക് മാസ്റ്റർ ഉണ്ട്. പീക്ക് മാസ്റ്റർ പീറ്റർ മാർക്കിനെ കണ്ടതും സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സാധാരണഗതിയിൽ ആരും ക്രിംസൺ കോണ്ടിനെന്റിലേക്കുള്ള ഓർഡറുകൾ എടുക്കാറില്ല. നീ എന്തായാലും കാണിച്ചിരിക്കുന്നത് ഒരു ധൈര്യമാണ്. മാർക്ക്, നീ ഭയപ്പെടുന്ന വേണ്ട, ഒന്നും സംഭവിക്കില്ല. ശരിക്കും മാർക്കിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പീറ്റർ അങ്ങനെ പറയുമ്പോൾ ഒരു ആശ്വാസം മാർക്കിന് അനുഭവപ്പെട്ടു. മാർക്ക് അപ്പോഴാണ് അവിടെയുള്ള ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിനെ ഒന്ന് നോക്കുന്നത്. മാർക്ക് നേരത്തെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം കണ്ടത് ഭൂമിയിൽ പൈറോയിൽ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്താണ്. അവിടെ വളരെ പുരാതനമായ ഒരു പ്ലാറ്റ്ഫോം മാർക്ക് കണ്ടു. ആ പ്ലാറ്റ്ഫോമിലൂടെ മാർക്ക് വന്നിറങ്ങിയത് ഇവിടെ ഹോളി റീജിയനിൽ സദേൺ പ്രൊവിൻസിനകത്തെ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ പ്ലാറ്റ്ഫോമിനകത്താണ്. ആ 2 പ്ലാറ്റ്ഫോമിനെയും ഒരുപാട് ദൂരം കവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് മാർക്ക് ഇപ്പൊ കാണുന്നത്. ഇതൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ശരിക്കും ആ പ്ലാറ്റ്ഫോം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു സംഭവമാണ്. ആ ധാരണ ഉണ്ടായതും മാർക്ക് പീക്ക് മാസ്റ്ററോട് ചോദിച്ചു, പീക്ക് മാസ്റ്റർ, ഇതിലൂടെ എവിടേക്ക് പോകാൻ പറ്റൂ? മാർക്ക്, ഇത് ആ ശൈലിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ പറ്റൂ? എന്ത് ചോദ്യമാണ് മാർക്ക് ചോദിക്കുന്നത്? ഇതിലൂടെ അല്ലേ
സ്ഥിരമായിട്ട് ഞങ്ങൾ ആളുകളെ സെൻട്രൽ പ്ലെയിനിലേക്ക് അയക്കുന്നത്. സെൻട്രൽ പ്ലെയിൻ ഇപ്പോഴും മാർക്കിന്റെ ഒരു സ്വപ്ന സ്ഥലമാണ്. അവിടേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ തണ്ടർ കോർട്ട്യാർഡിലേക്ക് മാർക്ക് വന്നത് തന്നെ. മാർക്ക് അവിടേക്ക് പോകേണ്ട മാർഗം ഇതാ കാണുകയാണ്. ഈ പ്ലാറ്റ്ഫോം അതാണ് അവിടേക്ക് പോകാനുള്ള മാർഗം. മാർക്കും ജൂവും പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതും ബിഗ് മാസ്റ്റർ ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് കടന്നു. ആ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തതും ആ പ്ലാറ്റ്ഫോമിന് ചുറ്റും ഒരു വെളുത്ത പ്രകാശം പതുക്കെ അങ്ങ് വ്യാപിക്കുകയാണ്. ആ വെളുത്ത പ്രകാശം പ്ലാറ്റ്ഫോമിൽ നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ കുതിച്ച് ഉയരുന്നാണ് മാർക്കും ജൂ ആദ്യം കണ്ടത്. പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിന് ചുറ്റുമുള്ള എല്ലാ മേഖലയിൽ നിന്ന് പ്രകാശം അങ്ങനെ മുകളിലേക്ക് കുതിച്ചു. അത് ഒരു കവർ പോലെ ആ പ്ലാറ്റ്ഫോം ഇങ്ങനെ മൂടി. അത് ഒരു കവർ പോലെ ആ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായും അങ്ങ് മൂടി. വെളുത്ത പ്രകാശത്തിനകത്ത് മാർക്കും ജൂവും അകപ്പെട്ടതും ആ പ്ലാറ്റ്ഫോം ഒന്ന് കുലുങ്ങി, ഒന്ന് മൂവ് ചെയ്തു. ആ പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുമ്പോൾ ആ വെളുത്ത പ്രകാശമല്ലാതെ മാർക്കിനോ ജൂവിനോ വേറൊന്നും കാണാൻ പറ്റുന്നില്ല. മാർക്ക് ഭൂമിയിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് വന്നപ്പോൾ മാർക്കിന് ചുറ്റും ഉണ്ടായിരുന്നത് ഇരുട്ടാണ്. ഇവിടെയാണെങ്കിൽ വെളിച്ചമാണുള്ളത്. പക്ഷെ വെളിച്ചത്തിന് അപ്പുറം ഒന്നും കാണാനില്ല. ജൂ മാർക്കും ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിൽക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം അവർ രണ്ടുപേരെയും അതിവേഗതയിൽ ടെലിപ്പോർട്ടേഷൻ ടെക്നിക്കിലൂടെ മുന്നോട്ട് അയച്ചിരിക്കുകയാണ്. ശരിക്കും അത് എന്ത് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ മാർക്കിന് അറിയത്തില്ല. പക്ഷെ രണ്ടുപേരും നിൽക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ ചവിട്ടിയാണ്. ആ പ്ലാറ്റ്ഫോം ചലിക്കുന്നതായി അവർക്ക് തോന്നുകയില്ല. പക്ഷെ പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗത്ത് ഒരു ചലനമുണ്ട്. അത് മാർക്ക് ഭൂമിയിൽ ആദ്യത്തെ ടീമിനെ അയച്ച സമയത്ത് കണ്ടതാണ്. പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗം ചലിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ഇവിടെയും അതുപോലെ ചലിക്കുന്നുണ്ടാവും. ആ ഒരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് പ്ലാറ്റ്ഫോം അങ്ങ് നിന്നു. ആ പ്ലാറ്റ്ഫോമിന്റെ വാതിൽ തുറന്നതും മാർക്കും ജൂവും പുറത്തിറങ്ങി. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയ ജൂവും മാർക്കും അവർക്ക് നൽകിയിട്ടുള്ള ആ കോർഡിനേറ്റേഴ്സ് വെച്ച് സ്ഥലമൊന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവർക്ക് പോകേണ്ട സ്ഥലം അവിടെ നിന്ന് ഏതാനും സ്റ്റാറുകൾ മാത്രം അകലെയാണെന്ന് മനസ്സിലായി. ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് തണ്ടർ കോർട്ട്യാർഡിന്റെ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സുരക്ഷിത സ്ഥലമാണ്. അവിടെ നിന്ന് അധികം സമയം കഴിയുമ്പോൾ ജൂ മാർക്കും നടന്ന് ഒരു ടൗണിലെത്തി. ഈസ്റ്റേൺ പ്രൊവിൻസിനകത്ത് മാർക്ക് കണ്ടതുപോലുള്ള നല്ല ടൗൺ തന്നെയാണ് ക്രിംസൺ കോണ്ടിനെന്റിനകത്തുമുള്ളത്. ഒരു വൻ കരയാണ് ഈ ക്രിംസൺ കോണ്ടിനെന്റ്. ആ കോണ്ടിനെന്റിൽ എത്ര രാജ്യങ്ങളുണ്ടെന്നോ എന്താണ് അവിടുത്തെ പശ്ചാത്തലം എന്നൊന്നും മാർക്കിന് അറിയില്ല. എന്തായാലും അവരിപ്പോൾ എത്തിയിരിക്കുന്നത് ആ വൻകരയിലെ ഒരു സിറ്റിയിലാണ്. ആ സിറ്റിയുടെ പേര് അവിടേക്ക് കടക്കുമ്പോൾ തന്നെ അവർ കണ്ടു. ഓഷ്യൻ സിറ്റി എന്നാണ് ആ സിറ്റി കിട്ടിയിരിക്കുന്ന പേര്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ ഓഷ്യൻ സിറ്റി എന്ന് അവിടെയുള്ള ബോർഡുകളും സ്ഥാപനങ്ങളും ഒക്കെ അവരോട് വിളിച്ചു പറയുകയാണ്. മാർക്കും ജൂവും കൂടി അധികം സമയം കഴിയുമ്പോൾ അവർക്ക് കാണേണ്ട ആളുള്ള ഭാഗത്തെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് മാർക്കിന് ആ കാര്യം ബോധ്യമായത്. യാനിക് നോവയെ അങ്ങനെ എളുപ്പം അവിടെ ഇട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല തിരക്കുള്ള ഒരു റോഡിന്റെ വശത്താണ് യാനിക് നോവയുടെ വസ്തു സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ലോഡിന്റെ സംവിധാനങ്ങളുമായി കണക്ഷനുള്ള ഒരു സ്ഥലമാണത്. യാനിക് നോവയെ എന്തെങ്കിലും ചെയ്താൽ അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. അതാണ് അവിടെ എത്തിയ നിമിഷത്തിൽ മാർക്കിനും ജൂവിനും മനസ്സിലായത്. സിറ്റി ലോഡിന്റെ വസതിക്ക് സമീപത്താണ് ഈ യാനിക് നോവയുടെ വസതി. അത് മനസ്സിലാക്കിയ മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടൗണിലൊക്കെ ഒന്ന് കറങ്ങാം. എടിപിടിയെന്ന് എന്തെങ്കിലും ചെയ്താൽ അവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല എന്നുള്ള കാര്യം ജൂവിനും ഏകദേശം ബോധ്യമായിട്ടുണ്ട്. മാർക്കും ജൂവും കൂടി ടൗണിലൊക്കെ ഒന്ന് കറങ്ങി ഒരു സത്രത്തിൽ മടങ്ങിയെത്തി. മാർക്കും ജൂവും കൂടി ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എത്തിയത് ഒരു സത്രത്തിലാണ്. ഈ യാത്രക്കിടയിൽ മാർക്ക് വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. റിവേഴ്ഷൻ ഓയിൽ സ്റ്റേജിലെ ഒരുപാട് ആളുകൾ ആ ടൗണിനകത്തുണ്ട്. അതിശക്തരായ ആ കൾട്ടിവേറ്റേഴ്സിന്റെ സാന്നിധ്യം മാർക്കിന്റെയും ജൂവിന്റെയും ആ ടാസ്ക് ശരിക്കും കടുപ്പിക്കുകയാണ്. ഈ യാനിക് നോവയുടെ കയ്യിൽ ഒരു ട്രൂ സെയിന്റ് വെപ്പൺ ഉണ്ടെന്നാണ് കേട്ടുകേൾവി. അയാളുടെ കൂടെ റിവേഴ്ഷൻ ഓയിൽ സ്റ്റേജിലെ ഒത്തിരി ആളുകൾ കൂടി ഉണ്ടെങ്കിൽ അയാൾ ആക്രമിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ആ ടൗൺ യാത്രയിൽ മാർക്കും ജൂവും മനസ്സിലാക്കിയതും ആ കാര്യമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒരു സത്രം പോലുള്ള സ്ഥലത്ത് മടങ്ങിയെത്തിയത്. ആളുകൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അവിടുന്ന് ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക്
അടുത്ത ടേബിളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന കേട്ടു. ഈ ഫോർബിഡൻ ഏരിയക്കകത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെല്ലൂ. ആ ടേബിളിൽ ഇരിക്കുന്ന ഒരാള് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റുള്ള സംസാരിക്കുകയാണ്. പക്ഷേ എല്ലാവരും മോഹിപ്പിക്കുമല്ലോ അവിടെയുള്ള ആ അപൂർവ സംഭവങ്ങൾ. അതെ അതെ, അതുകൊണ്ടാണല്ലോ ട്രൂ സെയിന്റുകൾ പോലും അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആ സംഭാഷണം ഈ ഫോർബിഡൻ ഏരിയയെക്കുറിച്ചായതും മാർക്കിന് ആ സംഭാഷണത്തിൽ ഒരു കൗതുകം. മാർക്ക് തിരിഞ്ഞ് ആ ടേബിളിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, അല്ല, നിങ്ങളൊക്കെ ഈ ഫോർബിഡൻ ഏരിയയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണോ? ആണെങ്കിൽ അതിലൊരാൾ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, അല്ല, ഞാൻ ഈ സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. മാർക്ക് സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ് അങ്ങോട്ട് വന്നത് കേട്ടതും ആ ടേബിളിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാർ ചാടി എണീറ്റു. ഏയ്, സെൻട്രൽ പ്ലെയിനിൽ നിന്ന് വീണ്ടും ഇവിടേക്ക് ആളുകൾ വരികയാണോ? നിനക്കൊക്കെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് വീണ്ടും ഇവിടേക്ക് വന്നത്? ഞങ്ങളെ ശല്യം ചെയ്യാനായി, ഞങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനായി സെൻട്രൽ പ്ലെയിനുകാർ കാലങ്ങളായി ശ്രമിക്കുകയാണ്. വീണ്ടും നിന്നെപ്പോലുള്ളവർ ഇവിടേക്ക് വരികയാണല്ലേ? ആ ചെറുപ്പക്കാർ വല്ലാത്ത ദേഷ്യത്തിൽ മാർക്കിനോട് അങ്ങനെ തട്ടിക്കേറിയപ്പോ മാർക്ക് ശരിക്കും വല്ലാണ്ടായി. ആ സ്ഥലത്ത് സെൻട്രൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വിലയുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് മാർക്ക് വെറുതെ ആ വാചകം പറഞ്ഞത്. പക്ഷേ അതിപ്പോ കുരുക്കായിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ജൂവുമായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. മാർക്കും ജൂവും കൂടി ആ സത്യത്തിന് പുറത്തിറങ്ങി റോഡിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ അവരെ വിളിച്ചു, ഹലോ, ഒന്ന് നിന്നേ. ആ ചെറുപ്പക്കാർ തങ്ങളെ ഫോളോ ചെയ്യുന്നു എന്നാണ് ആ ശബ്ദം കേട്ടതും മാർക്കിനും ജൂവിനും തോന്നിയത്. പെട്ടെന്ന് ജൂ ആ ആഗതനെ നേരിടാനായി റെഡിയായതും ആഗതൻ കൈ ഉയർത്തി അവരോട് പറഞ്ഞു, സോറി, ഞാൻ ശത്രുവൊന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിനടുത്തേക്ക് വന്ന അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് സുഹൃത്തെ, ഞാനും സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. സെൻട്രൽ പ്ലെയിനിലെ ഗു കുടുംബത്തെ എല്ലാവരും അറിയും. എന്റെ പേര് സാങ്ഷൻ എന്നാണ്. ആ ചെറുപ്പക്കാരൻ വളരെ മാന്യമായിട്ടാണ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, നിന്റെ പേരെന്താണ്? ആ സാങ്ഷൻ അങ്ങനെ ചോദിച്ചതും മാർക്കിന് പെട്ടെന്ന് വായി തോന്നിയ ഒരു പേര് പറയാനാ തോന്നിയത്. മാർക്ക് അയാളോട് പറഞ്ഞു, എൻ്റെ പേര് ഫെഡറിക് എന്നാണ്. ഫെഡറിക്കോ? നിങ്ങളുടെ സർനെയിം? അത് മാർക്ക് എന്നാണ്. ഓ, ഫെഡറിക് മാർക്ക്. ആ മാർക്ക് കുടുംബം എനിക്കറിയാം. ഞങ്ങളുടെ സെൻട്രൽ പ്ലെയിനിൽ മാർക്ക് കുടുംബത്തെ എല്ലാവരും അറിയും. ഏയ് മിസ്റ്റർ ഫെഡറിക്, നീ എന്താ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഹാ സാങ്ഷൻ, ഞാൻ ഈ ഫോർബിഡൻ ഏരിയയെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ അതൊന്ന് കാണാൻ കരുതി ഇങ്ങോട്ട് വന്നതാണ്. ഏയ് ഫെഡറിക്, താനും എന്നെ പോലെയാണല്ലോ. അതെന്തായാലും നന്നായി. ഞാനും ഈ ഫോർബിഡൻ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ നിന്ന് എനിക്കൊപ്പം വരാൻ ആളില്ല. അതുകൊണ്ടാണ് ഞാൻ ആ എക്സ്പ്ലോറേഷൻ തുടങ്ങാൻ ഒന്ന് മടിച്ചു നിൽക്കുന്നത്. അയാൾ പെട്ടെന്ന് മാർക്കോട് ചോദിച്ചു, ഏയ് ഫെഡറിക്, എന്നോടൊപ്പം വന്നൂടെ? നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. കിട്ടുന്നത് എന്താണെങ്കിലും നമുക്ക് പകുത്തെടുക്കാം. ആ ചെറുപ്പക്കാരൻ വളരെ ആവേശത്തോടെയാണ് സംസാരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നമുക്ക് ഇവിടെ വെച്ച് വീണ്ടും കാണാം. അപ്പോഴോ ഞാൻ എൻ്റെ തീരുമാനം പറയാം. എനിക്ക് വേറെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ്. ഫെഡറിക്, പേടിക്കൊന്നും വേണ്ട. എനിക്ക് പറ്റിയ ഒരു കമ്പനി കിട്ടാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഫെഡറിക്, എന്തായാലും നമുക്ക് ഒന്നിച്ച് പോകണം. അങ്ങനെ ആ സാങ്ഷൻ തീർത്തു പറഞ്ഞതും മാർക്ക് അയാളോട് യാത്ര പറഞ്ഞ് ജൂവുമായി അതിവേഗം അവിടെ നിന്ന് മാറി. ജൂവും മാർക്കും കൂടി അവിടെ നേരെ പോയത് താമസിക്കാൻ അവർ കണ്ടുപിടിച്ച സ്ഥലത്തേക്കാണ്. അവിടെ എത്തിയതും ജൂ മാർക്കും ആ സാങ്ഷനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്താ അതിന്റെ ഉദ്ദേശം? ജൂ, എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് വർക്കായാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നീ എന്താ നിശ്ചയം ചെയ്യും, ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ സാങ്ഷൻ അവരെ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് മാർക്കും ജൂവും എത്തി. മാർക്കിനെ കണ്ടതും ആ സാങ്ഷന് വല്ലാത്ത സന്തോഷം. ഏയ് ഫെഡറിക്, വാ വാ വാ, എന്തായി തീരുമാനം? ഏയ് സാങ്ഷൻ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചായിരുന്നു. ഈ ഫോർബിഡൻ ഏരിയയിലേക്ക് അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. അവിടെ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടേക്ക് പോകാൻ നമുക്ക് കുറച്ച് ആളുകൾ വേണം. ഏയ് ഫെഡറിക്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കാം. ഏയ് സാങ്ഷൻ, എന്നാലും കുറച്ച് ശക്തിയുള്ള ഒരാള് നമുക്കൊപ്പം ഉള്ളത് നല്ലതല്ലേ? ഫെഡറിക്, അത് ശരിയാണ്. പക്ഷെ ആരാ ആ ആള്? ഏയ് സാങ്ഷൻ, ഞാൻ ഇവിടേക്ക് അന്വേഷിച്ചപ്പോൾ ഒരു യാനിക് നോവ ശരിക്കും ശക്തനാണെന്ന് അറിഞ്ഞു. അയാളെ കൂടെ കൂട്ടിയാലും? മാർക്ക് പറഞ്ഞ ആ ഡയലോഗ് കേട്ടതും അറിയാതെ ഒരു ചിരി ജൂവിന്റെ മുഖത്തേക്ക് വരികയാണ്.
ജൂ വളരെ പാടുപെട്ടാണ് ആ ചിരി പുറത്തു വരാതെ നോക്കിയത്. ശരിക്കും അവർ വാ പൊത്തിപ്പോവുകയാണ്. ഫെഡറിക് യാനിക്ക് പറ്റിയ കക്ഷിയാണ്. സാൻഷൻ, ആ യാനിക്കിനെ കൂടെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അയാളുടെ കയ്യിൽ ഒരു സെയിൻ വെപ്പണുണ്ട്. ആ സെയിൻ വെപ്പണുമായി വരുന്ന അയാൾ നമുക്ക് ശരിക്കും ഒരു മുതൽക്കൂട്ടാവും. മാർക്ക് അങ്ങനെ പറഞ്ഞതും സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, ഫെഡറിക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ആ യാനിക് നോവയെ കൂടെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് പോവാം? അതിനെ സമയമൊന്നും കളയണ്ട, നാളെ തന്നെ നമുക്ക് പോവാം. ഒറ്റ ദിവസം കൊണ്ട് ആ യാനിക് നോവയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൂടെ കൂട്ടാമെന്ന് സാൻഷൻ മാർക്കിന് വാക്കുകൊടുത്തു. മാർക്കിനോടും ജൂവിനോടും യാത്ര പറഞ്ഞ് സാൻഷൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അയാൾ പോയി കഴിഞ്ഞതും ജൂ ഒരേ ചിരി. മാർക്ക്, ശരിക്കും നിന്നെപ്പോലൊരു കള്ളനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാർക്ക്, നീ എത്ര മനോഹരമായിട്ടാണ് കള്ളം പറയുന്നത്. നീ ഒരു പ്രൊഫഷണൽ കള്ളം തന്നെയാണ്. അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ജൂവിനോട് പറഞ്ഞു, ജൂ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ആ യാനിക്കിന്റെ കയ്യിൽ ട്രൂ സെയിന്റ് വെപ്പണുണ്ട്. ട്രൂ സെയിന്റ് വെപ്പണുള്ള അയാളുടെ വീട്ടിൽ കയറി നമ്മൾ ആക്രമിച്ചാൽ അയാൾ നമ്മളെ കൊല്ലും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ സിറ്റി ലോഡിന്റെ വസ്തുക്ക് അടുത്ത് വെച്ച് ആ ശൈലിയിൽ ഒരു സംഘടന നടന്നാൽ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. മാർക്ക് വളരെ ആലോചിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. യാനിക് നോവയാണ് അവരുടെ ടാർഗറ്റ്. അയാളുടെ ആ സുരക്ഷിത സംവിധാനങ്ങളിൽ നിന്ന് പരമാവധി ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അയാളെ എങ്ങനെയെങ്കിലും ചതിച്ചു കൊല്ലാം. അതാണ് മാർക്കിന്റെ ഐഡിയ. പിറ്റേന്ന് മാർക്ക് ഫെല്ലറും ജൂവും ആ ടൗണിന് പുറത്ത് സാൻഷൻ പറഞ്ഞ സ്ഥലത്തെത്തി. ടൗണിന് പുറത്തുനിന്ന് യാത്ര തിരിക്കുന്നതാണ് നല്ലതെന്ന് സാൻഷൻ നേരത്തെ അവരോട് പറഞ്ഞിരുന്നു. മാർക്കിനെയും ജൂവിനെയും കണ്ടതും സാൻഷന് ശരിക്കും സന്തോഷമായി. ഫെഡറിക്, നീ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെവിടെ? മാർക്ക് അത് ചോദിച്ചതും സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, ഫെഡറിക്, അവരിപ്പോ എത്തും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് 3 ആളുകൾ വന്നു. ആ നടന്നു വരുന്ന ആളുകളെ കണ്ടതും സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, ഫെഡറിക്, ആ വരുന്നതാണ് യാനിക് നോവ. 3 ആളുകളാണ് അങ്ങോട്ട് വരുന്നത്. അതിലൊരാള് ഒരു സ്ത്രീയാണ്. മാർക്ക് ആ 3 പേരെയും ഒന്ന് സ്കാൻ ചെയ്തു. അതിൽ ഒരാളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവൻ പരിസരം വീക്ഷിക്കുകയാണ്. അവന്റെ കണ്ണുകളുടെ ആ ചലനം കാണുമ്പോൾ തന്നെ അറിയാം അവനൊരു തികഞ്ഞ ക്രിമിനലാണ്. അത് തന്നെയാണ് യാനിക് നോവ. ആ യാനിക് നോവയ്ക്ക് ഒപ്പമുള്ളത് ശാന്തനായ ഒരു ചെറുപ്പക്കാരനാണ്. കൂടെയുള്ളത് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാണ്. മാർക്ക് ആ 3 പേരെയും സ്കാൻ ചെയ്യുമ്പോഴേക്കും ആ 3 പേരും അവർക്ക് അരികിലെത്തി. ആ ടീം അടുത്തെത്തിയതും സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് യാനിക് നോവ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വിരൽ ചൂണ്ടിയത് ആ ശാന്തനായ ചെറുപ്പക്കാരന്റെ നേരെയാണ്. ശരിക്കും മാർക്ക് ആ ആളെ കണ്ട് ഞെട്ടുക തന്നെ ചെയ്തു. ഡീമൺ സ്ലേയിങ് പീക്ക് കൊല്ലേണ്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവര് ഒരുപാട് തവണ ആ ആളുടെ ചെയ്തികൾ വിലയിരുത്തും. ഈ ലോകത്ത് ഇനി അയാൾ ജീവിക്കണ്ട എന്ന് ഡീമൺ സ്ലേയിങ് പീക്ക് തീരുമാനിക്കുമ്പോൾ ആ ആള് അത്രയേറെ ദുഷ്ടനായി മാറിയിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ ഇപ്പോ മാർക്കിന് മുന്നിൽ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ മാർക്കിന്റെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുകയാണ്. അയാൾ വളരെ ശാന്തനും സുമുഖനും അതിമനോഹരമായ പുഞ്ചിരി കൊണ്ട് അവരോട് സംസാരിക്കുന്ന ആളുമാണ്. യാനിക് നോവ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മിസ്റ്റർ സാൻഷൻ എന്നോട് പറഞ്ഞു നിങ്ങളും സെൻട്രൽ പ്ലെയിനിൽ നിന്നാണ്. സെൻട്രൽ പ്ലെയിനിലുള്ള ആളുകളെ ഞാൻ ശരിക്കും ബഹുമാനത്തോടെയാണ് കാണുന്നത്. അയാൾ അങ്ങനെ പറയുമ്പോൾ അയാളുടെ ഇടതും വലതുമായി ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരി നിൽക്കുകയാണ്. പുറകെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ ചുറ്റും ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മാർക്കിന് അയാളുടെ ധാരണ ഒന്ന് ഉറച്ചു. അവർ 2 പേരും യാനിക് നോവയുടെ ബോഡി ഗാർഡുകളാണ്. സാൻഷൻ അവരെയൊക്കെ പരസ്പരം പരിചയപ്പെടുത്തിയതിനു ശേഷം അയാളുടെ ഒരു പ്രത്യേക വാഹനത്തെ അവിടെ വിളിച്ചു വരുത്തി. ആ വാഹനം കണ്ട് മാർക്കിനും ജൂവിനൊക്കെ വല്ലാത്ത കൗതുകം. ഒരു കൂറ്റൻ പാമ്പിനെയാണ് സാൻഷൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരിക്കും ഒരു അനക്കൊണ്ട. ആ അനക്കൊണ്ടയുടെ പുറത്ത് കയറിയാണ് അവരുടെ ഇനിയുള്ള യാത്ര. ആ യാത്ര പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂവും ആ സുന്ദരിയും തമ്മിൽ പതുക്കെ ഉടക്കായി. 2 സ്ത്രീകൾ എവിടെയെങ്കിലും ഒന്നിച്ച് കണ്ടുമുട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടക്കി തുടങ്ങുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി ആ കാഴ്ച മാർക്കിന് തോന്നുകയാണ്. പതുക്കെ ചൊറിഞ്ഞു തുടങ്ങിയതാണ്. ആ സുന്ദരിയാണ് ആദ്യം ചൊറിഞ്ഞു തുടങ്ങിയത്. ആ ചൊറിച്ചിൽ ഒന്ന് കൂടി വന്നതും ജൂ അവരോട് ഒന്ന് ഉടക്കി തുടങ്ങി. യാനിക് നോവയും മാർക്കും ആ സാൻഷനും ചേർന്ന് ഒരു പരുവത്തിൽ 2 പേരും പിടിച്ചു മാറ്റിയാണെന്ന് പറയാം. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ യാത്ര എന്നിട്ട് സുഗമമായി. അതിവേഗതയിലാണ് ആ അനക്കൊണ്ട അങ്ങനെ പാഞ്ഞു പോകുന്നത്. മാർക്കിന്റെ ആ ഡിവൈൻ ഈഗിളിനേക്കാൾ
കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇപ്പൊ പാമ്പെന്ന് പറയാം. ആ യാത്രയുടെ 3-ാം ദിവസം അങ്ങ് ദൂരത്തായി ചുവപ്പ് നിറത്തിലുള്ള പർവ്വതങ്ങൾ മാർക്ക് കണ്ടു തുടങ്ങി. ആ മലകൾ ദൃശ്യമായപ്പോൾ തന്നെ യാനിക് നോവ എല്ലാവരോടായി പറഞ്ഞു, അതാണ് ആ ഫോർബിഡൻ ഏരിയ. മാർക്ക് അതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ശൈലിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നേരെ മുന്നിൽ കാണുന്നത്. ശരിക്കും യാനിക് നോവ മാർക്കിനോടും അതുപോലെ ജൂവിനോടൊക്കെ സംസാരിക്കുമ്പോൾ ജൂവും മാർക്കും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ആ യാനിക് നോവയെ എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ്. ഫോർബിഡൻ ഏരിയയിലുള്ള എക്സ്പ്ലോറേഷൻ ഒന്നും അവരുടെ വിഷയമേ അല്ല. അവരുടെ വിഷയം ആ യാനിക് നോവ മാത്രമാണ്. യാനിക് നോവയെ അവർ കൊന്നാൽ മാത്രമേ പോയിന്റ് അവർക്ക് കിട്ടത്തുള്ളൂ. യാനിക് നോവ അല്ലാതെ കൊല്ലപ്പെട്ടാൽ അവർക്ക് പോയിന്റ് കിട്ടത്തില്ല. അത് മാർക്കിനും ജൂവിനും അറിയാം. അവസാനം അവരുടെ അന്നക്കൊണ്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി. ആ സംഘം ആ അന്നക്കൊണ്ടയുടെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി മുന്നോട്ട് നടന്നു തുടങ്ങിയതും യാനിക് നോവ എല്ലാവരോടായി പറഞ്ഞു, ഇനി ഏകദേശം ഒരു സ്റ്റാർ ദൂരം കൂടി നമുക്ക് പോകണം. അവിടെ മുതലാണ് റെസ്ട്രിക്ഷൻ ആരംഭിക്കുന്നത്. ഒരു സ്റ്റാർ ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററാണ്. മാർക്കിന് ആ കഥ കേട്ട് മാർക്കിന് അതിപ്പോൾ അറിയാം. മാർക്കും ജൂവും അത് കേട്ടപ്പോൾ ഒന്ന് കണ്ണുകൊണ്ട് പരസ്പരം നോക്കി. ആ സമയത്ത് സാൻഷൻ യാനിക് നോവയോട് പറഞ്ഞു, യാനിക്, ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. അതുകൊണ്ട് ഞങ്ങളെ യാനിക്ക് തന്നെ നയിക്കണം. യാനിക്ക് സമ്മതിച്ചു. യാനിക്ക് മുന്നിൽ നടക്കുകയാണ്. യാനിക്കിനൊപ്പം ആ ബോഡി ഗാർഡും ഉണ്ട്. 3-ാമനായിട്ട് സാക്ഷൽ സാൻഷനും. ആ 3 പേരും മുന്നിൽ നടക്കുമ്പോൾ മാർക്കും ജൂവും പതുക്കെ നടക്കുകയാണ്. അവർക്കിടയിലാണ് ആ ലേഡി ഉള്ളത്. ജൂ ആ അന്നക്കൊണ്ടയുടെ പുറത്തിരിക്കുമ്പോഴേ മാർക്കിന്റെ ഒരു അസ്വസ്ഥത കണ്ടതാണ്. മാർക്ക് 2 കൈയിലെയും ചൂണ്ടുവിരലുകൾ തലയിലേക്ക് ചേർത്ത് പിടിക്കുന്നത് വളരെ നേരത്തെ തന്നെ കണ്ട ജൂ മാർക്കിനെ അടുത്ത് വന്നിരുന്ന് മാർക്കിനെ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ടാകും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ശരിയിൽ മാർക്കിനെ യഥാർത്ഥത്തിൽ ആ യാത്രയിൽ ഉടനീളം ജൂ പ്രൊട്ടക്ട് ചെയ്യാൻ. മാർക്കിന്റെ ഉള്ളിലെ ആ ഡീമൻ ഏതാണ്ട് പുറത്തു വരാൻ പോവുകയാണ്. മാർക്കിനെ ആരെങ്കിലും കൊന്ന് അവരുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് വലിച്ചെടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ മാർക്ക് വയലന്റ് ആവും. അത് മനസ്സിലാക്കിയ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പേടിക്കണ്ട, മരുന്ന് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. അന്നക്കൊണ്ടയുടെ പുറത്തിരിക്കുമ്പോൾ തന്നെ ജൂ പറഞ്ഞ ആ വാചകം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലായിരുന്നില്ല. പക്ഷെ ആ ഫോർബിഡൻ ഏരിയയിലേക്ക് ആ യാനിക് നോവയും ടീമിനെയും പിന്തുടരുന്ന ജൂവിന്റെ നടത്തയുടെ വേഗത കുറഞ്ഞപ്പോൾ മാർക്കിന് ഒരു സംശയം തോന്നി. മാർക്ക് ജൂവിനൊപ്പം പതുക്കെ നടക്കുമ്പോൾ അവർക്ക് ഇടയിലായി ആ സുന്ദരി, ആ യുവതി ശരിക്കും മാർക്കിനെയും ജൂവിനെയും യാനിക് നോവയ്ക്കൊപ്പം എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷെ അവർ രണ്ടും കൂടി പതുക്കെ നടക്കുന്നുണ്ടതും ആ യുവതി മാർക്കിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? അതിന് മറുപടി പറഞ്ഞത് ജൂ ആണ്. ഏയ്, നിന്നെ ആരും ഫോളോ ഒന്നും ചെയ്യുന്നില്ല. നിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യാതിരിക്കണമെങ്കിൽ നീ ഞങ്ങളൊക്കെ ഒപ്പം നടക്കുക, അല്ലെങ്കിൽ നീ അവർക്കൊപ്പം നടക്കുക. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ കുറച്ചുകൂടി വേഗത കുറച്ചു. സ്വാഭാവികമായിട്ടും മാർക്ക് വേഗത കുറച്ചു. അങ്ങനെ വേഗത അവിടെ ആ നടത്തത്തിന് കുറഞ്ഞതും നിവർത്തിയില്ലാതെ ആ യുവതിയും അവർക്കൊപ്പമായി നടത്താം. പതുക്കെ പതുക്കെ ആ മൂവർ സംഘം മുന്നിൽ പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയാത്ത ശൈലിയിൽ ഒരു അകലമുണ്ടായി. യാനിക് നോവയ്ക്കോ അയാളുടെ ഒപ്പമുള്ള ആ ഗൂ ഫാമിലിയിലെ സാൻഷനോ ആ യാനിക് നോവയുടെ ബോഡി ഗാർഡിനോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായതും ജൂ പെട്ടെന്ന് കൈയൊന്ന് അനക്കി. ജൂ കൈ അനക്കിയതും ജൂവും മാർക്കും ആ സ്ത്രീയും കൃത്യമായ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടതുപോലെയായി. ശരിക്കും ജൂവിന്റെ സ്പേസ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി മാർക്കിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. മാർക്കിനും ജൂവിനും ആ സ്ത്രീക്കും അപ്പുറത്ത് ഒരു ഇരുട്ട ഇപ്പൊ കാണുന്നത്. പെട്ടെന്ന് തൊട്ടു മുമ്പിൽ ഇരുട്ട് വരുന്നതും ആ യുവതി ആകെ അമ്പരന്നുപോയി. അവിടെ അമ്പരപ്പോടെ മാർക്കിനെ ജൂവിന് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഏയ്, നിങ്ങൾ എന്താ ചെയ്തേ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ജൂ ഒരൊറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായി തന്റെ അടുത്ത് നിൽക്കുന്ന ജൂ അവളെ അടിക്കുമെന്ന് അവൾ തീരെ കരുതിയിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ അടി. തന്റെ അടുത്ത് നിൽക്കുന്ന ആ ജൂ അവളെ അങ്ങനെ അടിക്കുമെന്ന് അവൾ തീരെ കരുതിയിരുന്നില്ല എന്ന് വ്യക്തം. അടിയേറ്റ് ആ യുവതി താഴെ വീണു. താഴെ വീണപ്പോൾ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, ഏയ്, നിങ്ങൾ എന്തിനാണ് അടിച്ചത്? ഞാൻ ആരെന്നറിയാവോ? പക്ഷെ അവർ ആര് എന്തെന്നൊക്കെ പറഞ്ഞാലും
റിവേർഷൻ ഓയിസ്റ്റേജിലെ ജൂന് മുന്നിൽ അവൾ ഒന്നുമല്ലായിരുന്നു എന്ന് അവക്ക് മനസ്സിലാക്കാൻ അധികം സമയമെടുത്തില്ല. നിമിഷ നേരം കൊണ്ട് അവളെ ജൂ ഒരു പരുവാക്കി. അതിനുശേഷം ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന് നൽകാമെന്ന് ജൂ പറഞ്ഞപ്പോൾ അത് ഇതായിരിക്കുമെന്ന് മാർക്ക് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. മാർക്ക് മടിച്ചു നിൽക്കുന്ന കണ്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വേഗം അവര് കണ്ടെത്തും മുമ്പ് വേഗം കാര്യങ്ങൾ ചെയ്യും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ പിന്നെ മടിച്ചു നിന്നില്ല. മാർക്ക് പെട്ടെന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തി മാർക്കിന്റെ വലത് കൈ ആ സ്ത്രീയുടെ തലയിലേക്ക് വെച്ചു. ആ നിമിഷത്തിൽ തന്നെ അവളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് മാർക്കിന്റെ കയ്യിലേക്ക് അങ്ങ് വരികയാണ്. ആ കയ്യിലേക്ക് വന്ന വേഗതയിൽ തന്നെ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് മാർക്കിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. ഇപ്പോൾ മാർക്കിന് പ്രിമോഡിയൽ സ്പിരിറ്റ് വലിച്ചെടുക്കാൻ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വേഗതയുണ്ട്. ആ പ്രിമോഡിയൽ സ്പിരിറ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞതും മാർക്ക് ശരിക്കും അങ്ങ് ശാന്തനായി. ജൂ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇപ്പൊ എങ്ങനെയുണ്ട്? ജൂ ഇപ്പൊ ഓക്കെ ആയി. എന്നാ വാ, നമുക്ക് വേഗം പോവാം. ആ യുവതിയുടെ ബോഡി ആ വഴിയിൽ നിന്ന് കുറച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ജൂ മാർക്കും കൂടി അതിവേഗം യാനിക് നോവയും ടീമുമുള്ള ഭാഗത്തേക്ക് എത്തി. ജൂവും മാർക്കും കാണുമ്പോൾ യാനിക് നോവയും സാൻഷനും ആ ബോഡി ഗാർഡും ഒരു മലയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ശരിക്കും ആ മലയിലേക്ക് ആ നിമിഷത്തിലാണ് മാർക്ക് നോക്കുന്നത്. ആ മലയിലേക്ക് നോക്കിയ മാർക്ക് അക്ഷരാർത്ഥത്തിൽ അവിടെ അങ്ങ് സ്തംഭിച്ച് നിന്നു പോവുകയാണ്. മാർക്കിന് ആ മല നല്ല പരിചയമുണ്ട്. മാർക്കിന്റെ മുഖത്ത് അമ്പരപ്പ് ആ നിമിഷത്തിൽ അവിടെ സാന്നിധ്യം മനസ്സിലാക്കിയ സാൻഷനും യാനിക്കോവയൊക്കെ കണ്ടു. മാർക്ക് അമ്പരപ്പോടെ ആ മലയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മാർക്കിനെയും ജൂവിനെയും നോക്കിയിട്ട് യാനിക് നോവ അവരോട് ചോദിച്ചു, ഏയ്, അവളെവിടെ? ആര്? അല്ല, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സാക്ഷ എവിടെ? സാക്ഷിയോ? അവള് നിങ്ങൾക്കൊപ്പമല്ലേ വന്നത്? ഞാൻ കരുതി നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന്. ജൂ അങ്ങനെ പറഞ്ഞതും മാർക്കും യാനിക് നോവയോട് പറഞ്ഞു, അതെ അതെ, അവള് നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് കേട്ടപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത യാനിക് നോവയ്ക്ക് തോന്നി. യാനിക് നോവയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. അയാൾ എന്തോ ചോദിക്കാൻ പോയതും സാൻഷൻ മാർക്കിനോട് ചോദിച്ചു, ഫെഡറിക്, നീ എന്താ അമ്പരം നിൽക്കുന്നത്? മാർക്ക് ആ മലയിലേക്ക് നോക്കി അമ്പരം നിൽക്കുന്ന കണ്ടതുകൊണ്ടാണ് സാൻഷൻ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, ബ്രദർ സാൻഷൻ, ഞാൻ ഈ മല നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രദർ ഫെഡറിക്, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നതെന്ന്? അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ ഈ മല ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ പുറത്തെടുത്തു. 5 മലകളുടെ ഒരു ശേഖരമാണ് വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ. അതിലെ ഫിഫ്ത്ത് മൗണ്ടൻ നല്ല വലിപ്പത്തിലാണ്. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ മലയിലേക്കും തൊട്ടു മുന്നിൽ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള ആ മലയിലേക്കും യാനിക് നോവയും സാൻഷനും മാറി മാറി നോക്കി പോവുകയാണ്. അവർ മുന്നിൽ കാണുന്ന ആ കൂറ്റൻ മലയുടെ ചെറു രൂപമാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്നത്. മുന്നിൽ ചുവപ്പ് നിറത്തിലുള്ള 5 മലകൾ കാണാം. 4 മലകൾ അതിൽ ഏറ്റവും വലിപ്പമുള്ള മലയുടെ പുറകിലായിട്ടാണ് കാണപ്പെടുന്നത്. അതേ ശൈലി തന്നെയാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ മലകളും. മാർക്കിനോടായി സാൻഷൻ ചോദിച്ചു, ഫെഡറിക്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ബ്രദർ സാൻഷൻ, ഇത് എൻ്റെ കുടുംബത്തിൽ തലമുറകളായി കൈമാറ്റം ചെയ്ത് വന്നതാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ യാദൃശ്യവശാൽ വീട്ടിൽ പല സാധനങ്ങളും നോക്കുമ്പോൾ കണ്ടതാണ്. ഞാൻ അന്നേ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ സാൻഷനും യാനിക് നോവയ്ക്കും ആ മാർക്കിന്റെ കയ്യിലിരിക്കുന്ന വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ കാണണമെന്ന് ആഗ്രഹം. മാർക്ക് ഉടൻ തന്നെ അവരുടെ കയ്യിലേക്ക് അത് കൊടുത്തു. അവർ മറിച്ച് തിരിച്ചു നോക്കി അത് നോക്കി തുടങ്ങി. ശരിക്കും ഒരു കൗതുകവും അമ്പരപ്പും അത്ഭുതവും ഒക്കെ അവരുടെ കണ്ണുകളിലുണ്ട്. മുന്നിൽ കാണുന്ന ആ മല അതുപോലെ പറിച്ചെടുത്ത് ഇവിടെ ഇതാ മാർക്കിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. യാനിക് നോവ ആ മല സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം സാൻഷന്റെ കയ്യിൽ കൊടുത്തു. സാൻഷൻ അത് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഫെഡറിക്, നീ ഇത് ഒരു കാരണവശാലും ആരെയും കാണിക്കരുത്. നീ സൂക്ഷിച്ചു വെച്ചോ. ഇതുപോലൊരു സാധനം നിന്റെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉറപ്പായും ആളുകൾ നിന്നെ തേടി വരും. അങ്ങനെ സാൻഷൻ മാർക്കിനോട് പറഞ്ഞതും മാർക്ക് ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ വാങ്ങി മാർക്കിന്റെ നിലവറയ്ക്കുള്ളിലേക്ക് വെച്ചു. ആ നിലവറയ്ക്കുള്ളിലേക്ക് മാർക്ക് ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ വെച്ചതും ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ഒന്ന് പ്രകാശിക്കുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. മാർക്കിന്റെ ഡിവൈൻ സെൻസിന് അത് കാണാം. ഇപ്പോ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ മാത്രമല്ല പ്രകാശിക്കുന്നത്, മാർക്ക് ആ ടോം കുടുംബത്തിലെ യങ് മാസ്റ്ററുമായി ഉടക്കി കൈക്കലാക്കിയ ഒരു ചെറിയ വട്ടമുണ്ട്, ഒരു സീല്. ആ സീലും
മാർക്കിന്റെ നിലവറയ്ക്കുള്ളിൽ ഒന്ന് പ്രകാശിച്ചു. ആ സീലിനും ഈ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. പെട്ടെന്നാണ് മാർക്കിന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ആ സീൽ ഈ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനിലേക്ക് കടക്കാനുള്ള താക്കോലാണ്. ആ താക്കോലുള്ള ഒരാൾക്ക് മാത്രമേ ആ ഫോർബിഡൻ മലനിരകളിലേക്ക് കടക്കാൻ പറ്റൂ. ഇതുവരെ ഒരുപാട് ആളുകൾ ആ മലകളിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കാർക്കും കടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ടോക്കൺ ഉപയോഗിച്ച് മാർക്കിന് കടക്കാൻ കഴിയും. മാർക്കിന് ഇപ്പൊ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട്. ആ ധാരണ വന്നതും മാർക്ക് പെട്ടെന്ന് ആ നിലവറ അടച്ച് നിശബ്ദനായി സാൻഷനെയും യാനിക് നോവയെയും നോക്കി. സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, ഫെഡറിക്, ഇനിയുള്ള യാത്ര ലേശം കടുപ്പമായിരിക്കുമെന്നാണ് യാനിക് പറയുന്നത്. അത് കേട്ടതും യാനിക് അവരോട് പറഞ്ഞു, അതെ, ഇനി നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും ശരിക്കും ആലോചിച്ച് വേണം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അത് കേട്ടതും സാൻഷൻ എല്ലാവരും നോക്കിയിട്ട് അയാളുടെ കൈ ഒന്ന് ഞൊടിച്ചതും ആ കൈയുടെ അറ്റത്ത് ഒരു ചുവപ്പുണ്ടായി. ശരിക്കും അയാൾ കൈ ഒന്ന് പ്രസ് ചെയ്ത് അയാളുടെ വിരൽ പൊട്ടിക്കായിരുന്നു. ഒരു തുള്ളി രക്തം ആ വിരലിനടുത്തുണ്ടായി. ആ രക്തം സാൻഷൻ തന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇറ്റ് വീഴ്ത്തിയിട്ട് അതിലേക്ക് ഒന്ന് ഊതി. അയാൾ ആ രക്തത്തിലേക്ക് ഒന്ന് ഊതുമ്പോൾ അയാളുടെ വായിലെ ജീവശ്വാസം ഏറ്റിട്ടാകണം ആ രക്തം ഒന്ന് തിളങ്ങി തുടങ്ങി. ആ തിളക്കം പതുക്കെ ഒരു രൂപത്തിന്റെ ശൈലിയിലേക്ക് മാറി. പെട്ടെന്ന് സാൻഷനെ പോലുള്ള ഒരു രൂപം അവിടെ പ്രത്യക്ഷമായി. അത് കണ്ടതും മാർക്ക് സാൻഷനോട് ചോദിച്ചു, ബ്രദർ, ഇത് ക്ലോണിംഗ് ആണോ? ഏയ് ഫെഡറിക്, ഇതിനെ ക്ലോണൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഡിവൈൻ സെൻസിന്റെ ഒരു ചെറിയൊരു അംശം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ ശരിക്കും നമ്മളെ സഹായിക്കും. അങ്ങനെ പറഞ്ഞിട്ട് സാൻഷൻ ആ ക്ലോൺ രൂപത്തിലുള്ള സാൻഷനോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ നിർദ്ദേശം കിട്ടിയതും ആ ക്ലോൺ അവർക്ക് മുന്നിലേക്ക് നടന്നു തുടങ്ങി. സാൻഷന്റെ ആ ക്ലോൺ ആ ഫോർബിഡൻ ഏരിയയിലേക്കാണ് നടന്നു കയറിയത്. അവിടെ കാണത്തക്ക അതിരുകളൊന്നുമില്ല. ആ അതിരുകളില്ലാത്ത സ്ഥലത്തൂടെ ആ രൂപം അങ്ങനെ നടക്കുമ്പോൾ സാൻഷൻ കണ്ണടച്ച് നിൽക്കുകയാണ്. സാൻഷന് മുന്നേ പോകുന്ന രൂപം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നേരിട്ട് ബോധ്യമാകും. ബാക്കിയുള്ള ആളുകളൊക്കെയും നടന്നു പോകുന്ന ആ രൂപത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ രൂപം ഏകദേശം 100 മീറ്റർ നടന്നു. പിന്നെ അത് 200 300 500 മീറ്റർ ആയിട്ടും ഒരു പ്രശ്നവും ആ രൂപത്തിന് അനുഭവപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ രൂപത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം മലയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ആ രൂപം നമ്മുടെ കണ്ണിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമാവുകയാണ്. ആ രൂപം അപ്രത്യക്ഷമായി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും സാൻഷൻ പെട്ടെന്ന് കണ്ണു തുറന്നു. എന്തായി? അല്ല, എനിക്ക് ആ രൂപത്തിലുള്ള ബന്ധം പോയി, അത് ഇല്ലാതായി. ഡിവൈൻ സെൻസ് കൊണ്ട് സാൻഷൻ സൃഷ്ടിച്ച ആ രൂപത്തിന് ഏകദേശം 500 മീറ്റർ വരെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞത് ആ രൂപത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രൂപം അവിടെ അവസാനിച്ചു എന്നാണ്. കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ അതിനെ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ജൂവും കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. എന്നാൽ ഇതേ സമയത്ത് എല്ലാവരെയും ആകർഷിക്കുന്ന ചില കാഴ്ചകൾ അവിടെ ഉണ്ട്. അത് അവിടെ കാണുന്ന കൂറ്റൻ രൂപങ്ങളാണ്. ആ ഫോർബിഡൻ മലകൾക്ക് മുന്നിലായി പല ഭാഗത്തായി കൂറ്റൻ രൂപങ്ങൾ നിൽപ്പുണ്ട്. ഏതോ കാലഘട്ടത്തിൽ ആരൊക്കെയോ ചേർന്ന് കൊത്തി ഉണ്ടാക്കിയ ശില്പങ്ങളാണ് അവിടെ അങ്ങനെ കാണുന്നത്. ആ ശില്പങ്ങൾ അങ്ങനെ തുറസായ സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് കാണുന്ന ഏതൊരാൾക്കും ഒരു കാര്യം കൂടി ബോധ്യമാവും. നേരത്തെ അവിടെ എന്തൊക്കെയോ നിർമ്മിതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശില്പങ്ങൾ മാത്രമേ ഉള്ളൂ. സാൻഷന്റെ ആ ഡിവൈൻ സെൻസിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ രൂപം നടന്നു പോയതും അപ്രത്യക്ഷമായതും. സാൻഷൻ താൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞപ്പോൾ യാനിക് നോവ എല്ലാവരോടും പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാൻഷന്റെ ആ ബോഡി അപ്രത്യക്ഷമായ ആ സ്ഥലം വരെ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റിയേക്കും. ഗോ സാൻഷനും അതാ പറയുന്നത്. അയാളുടെ ആ രൂപം അപ്രത്യക്ഷമായതിൻ്റെ തൊട്ടടുത്ത് വരെ അവർക്ക് പോകാം. അത് കഴിഞ്ഞാൽ അപകടമാണ്. അപകടം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നറിയാനാണ് യഥാർത്ഥത്തിൽ സാൻഷൻ ആ രൂപത്തെ സൃഷ്ടിച്ചതും അങ്ങോട്ടേക്ക് അയച്ചതും. എന്തായാലും അവസാനം ആ സംഘം നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് യാനിക് നോവയുടെ ആ ബോഡി ഗാർഡ് നടക്കാൻ വിസമ്മതിക്കുകയാണ്. അവന് നേരത്തെ കാണാതെ പോയ സാക്ഷയെ കണ്ടുപിടിക്കാൻ ഒരു മോഹം. അവൻ ആ വഴി കൂടി തിരിച്ചു നടന്നു തുടങ്ങി. യാനിക് നോവയും സാൻഷനും ജൂവും മാർക്കും കൂടി ആ ഫോർബിഡൻ ഏരിയയിലേക്ക് കടന്നു. ഫോർബിഡൻ ഏരിയയിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികമായ പ്രഷർ
അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു അസ്വസ്ഥത ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നാൽവർക്കും തോന്നുന്നുണ്ട്. പക്ഷേ നേരത്തെ സാങ്ഷൻ്റെ ആ ഡിവൈൻ സെൻസ് ഏകദേശം 1/2 കിലോമീറ്ററോളം പോയതാണ്. അതുവരെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ നാൽവർ സംഘം ധൈര്യം സംഭരിച്ച് പതുക്കെ പതുക്കെ മുന്നേറുകയാണ്. ഈ സമയത്ത് മാർക്കിൻ്റെ ആ ഡിവൈൻ നിലവറയ്ക്കുള്ളിൽ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും ആ ടോക്കണും നന്നായി പ്രകാശിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. മാർക്ക് വെറുതെ കൗതുകത്തിന് മാർക്കിൻ്റെ ഡിവൈൻ സെൻസിനെ ആ നിലവറയിലേക്ക് ഒന്ന് അയച്ചു നോക്കിയതാണ്. ആ 2 മാന്ത്രിക സംവിധാനങ്ങളും ശരിക്കും ത്രില്ലടിച്ചതുപോലെ തിളങ്ങുകയാണ്. വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ അതിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന ഒരു മൈൻഡ് സെറ്റിലും ആ ടോക്കൺ അതുപോലെ മറ്റെന്തോ മൈൻഡ് സെറ്റിലുമാണ്. മാർക്ക് അവയുടെ ആ മൈൻഡ് സെറ്റിനെ അവലോകനം നടത്താൻ ചുമ്മാ ഒന്ന് ശ്രമിച്ചതാണ്. മാർക്ക് അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് നടക്കുമ്പോൾ യാനിക് നോവയും സാങ്ഷനും ഏകദേശം 400 മീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് ജൂവും മാർക്കും അവിടെയുള്ള ആ പ്രതിമകളിലേക്ക് സൂക്ഷിച്ചു നോക്കി തുടങ്ങി. ഈ സമയത്ത് ആ നാൽവർ സംഘം അവിടെ കാണുന്ന ആ പ്രതിമകൾ വ്യക്തമായി കാണാൻ കഴിയുന്ന അകലത്തിലാണ്. ആ പ്രതിമകൾക്ക് ജീവനുണ്ടെന്ന് തോന്നുന്ന ശൈലിയിലാണ് ആ പ്രതിമകൾ അവരെ നോക്കുന്നത്. ശരിക്കും ആ പ്രതിമകൾ അവരെ നോക്കുന്നതാണോ, ആ പ്രതിമകൾ നോക്കുന്ന ദിശയിലേക്ക് അവർ വന്ന് പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ആ പ്രതിമകൾ അവരെ 4 പേരെയും നോക്കുകയാണ്. ആ പ്രതിമകൾക്ക് ജീവനുണ്ടെന്ന് അറിയാതെ ആ നോട്ടം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും. ആ പ്രതിമകളുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് സാങ്ഷൻ യാനിക്കിനോട് പറഞ്ഞു, യാനിക്, ഇനി പരമാവധി ഒരു 100 മീറ്റർ കൂടിയേ നമുക്ക് പോകാൻ പറ്റും. ഏയ് സാങ്ഷൻ, അത്രയും ദൂരം കൂടെ നമുക്കൊന്ന് പോവാം. അങ്ങനെ പറഞ്ഞ യാനിക്ക് മുന്നോട്ട് നടന്നു തുടങ്ങി. അയാൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് വരുന്നത്. അതിലൊരു ആവേശം യാനിക് നോവയിലുണ്ട്. യാനിക് നോവയും സാങ്ഷന് മുന്നിലും തൊട്ടുപുറകിൽ മാർക്കും ജൂവും. ആ സംഘം അവസാനത്തെ 100 മീറ്റർ കവർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാനിക് നോവയുടെ ജീവനാണ്. യാനിക് നോവയെ കൊല്ലാൻ വേണ്ടിയാണ് മാർക്ക് യാനിക് നോവയെ അവിടെ എത്തിച്ചത്. പക്ഷെ യാനിക് ഇപ്പോൾ ആ എക്സ്പ്ലോറേഷന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നിൽ നടക്കുകയാണ്. അനുയോജ്യമായ ഒരു അവസരത്തിന് വേണ്ടി മാർക്ക് കാത്തിരിക്കുമ്പോൾ യാനിക് നോവ പെട്ടെന്ന് ഒന്ന് അലറി. അയാളുടെ തൊട്ടുപുറകെ നടക്കുകയായിരുന്ന സാങ്ഷൻ ആ അലർച്ച കേട്ട് അറിയാതെ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ച് പോവുകയാണ്. അലറിയ യാനിക് നോവയിലേക്ക് അപ്പോഴാണ് മാർക്കിൻ്റെ ജൂവിനെ കണ്ണുകൾ പതിയുന്നത്. യാനിക്കിൻ്റെ കാലുകൾ ശരിക്കും ആ മണ്ണിൽ ആഴ്ന്നു പോയിരിക്കുകയാണ്. യാനിക്കിനെ മണ്ണിനടിയിലേക്ക് ആരോ പിടിച്ചു വലിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ മൂവർ സംഘം കണ്ടത്. തികച്ചും അത്ഭുതപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന കാഴ്ച. കൈകൾ പോലെ എന്തോ സംഭവം ആ മൂവർക്ക് കാണാനും പറ്റുന്നുണ്ട്. അത് അതിശക്തനായ യാനിക്കിനെ താഴേക്ക് വലിക്കുകയാണ്. ഈ സമയത്താണ് മാർക്കിന്റെ കാല് എന്തോതില് കയറി തട്ടുന്നത്. എന്തോന്നാ പൊടിയുന്ന സൗണ്ട് മാർക്ക് കേട്ടു. മാർക്ക് തറയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു തലയോട്ടിയാണ് കാണുന്നത്. മാർക്ക് പെട്ടെന്ന് ആ തലയോട്ടി എടുത്തു. ഈ സമയത്തും യാനിക് നോവ താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലയോട്ടി മാർക്ക് കയ്യിലെടുക്കുമ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊരു ട്രൂ സെയിന്റിന്റെ തലയോട്ടിയാണ്. അങ്ങനെ ജൂ പറയുമ്പോൾ തന്നെ മാർക്കും സാങ്ഷനും ആ കാഴ്ച കാണുകയാണ്. അനവധി ബോഡികൾ അവിടെ പല ഭാഗത്തും കിടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ബോഡി എന്ന് പറയാൻ കഴിയില്ല, ബോഡിയുടെ പാർട്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 9 ട്രൂ സെയിന്റുകൾ ഈ ഫോർബിഡൻ മലനിരകളിലേക്ക് വരികയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള കഥ മാർക്കിനോട് സോങ് ബായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥ വെറുതെ ഉണ്ടായതല്ല എന്ന് ആ കാഴ്ചകൾ വിളിച്ചു പറയുകയാണ്. ഇതൊക്കെ അതിവേഗതയില സംഭവിക്കുന്നത്. തൊട്ടു മുന്നിൽ യാനിക് നോവ ശരിക്കും താന്നു തുടങ്ങിയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ പെട്ടെന്ന് യാനിക് നോവയുടെ അടുത്തേക്ക് ഓടി. അടുത്തേക്ക് ഓടുന്ന മാർക്കിനെ പിടിച്ചു നിർത്താൻ സാങ്ഷൻ ഒരു ശ്രമം നടത്തി. സാങ്ഷൻ മാർക്കിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്ഷന്റെ കൈ തൊടാതെ മാർക്ക് ഓടി യാനിക്കിന്റെ അടുത്തെത്തി. യാനിക്കാണെങ്കിൽ സർവ്വശക്തിയും എടുത്ത് ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ യാനിക്കിനെ ആ കുഴി താഴോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വലിക്കുകയാണ്. സകലരും അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ കൈ ഉയർത്തി ഒരു അടിയാടി. ആ അടി പതിച്ചത്
കൃത്യം യാനിക്കിന്റെ തലയിൽ തന്നെയാണ്. ആ അടിയേറ്റ് യാനിക്കിന്റെ തലങ്ങ് ചിതറി. ശരിക്കും ഇപ്പൊ ഞെട്ടിയത് സാൻഷനാണ്. സാൻഷൻ കരുതിയത് സാൻഷനൊപ്പമുള്ള ആ ഫെഡറിക്ക് യാനിക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. പക്ഷേ ഫെഡറിക് എന്ന് സാൻഷനോട് പേര് പറഞ്ഞ മാർക്കിന്റെ ഡ്യൂട്ടി അവിടെ പൂർത്തീകരിച്ചതാണ്. യാനിക് നോവയുടെ തല ചിതറിയതും ആ പ്രിമോഡിയൽ സ്പിരിറ്റ് പുറത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലർ ആ പ്രിമോഡിയൽ സ്പിരിറ്റിനെയും ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി. ആ പ്രിമോഡിയൽ സ്പിരിറ്റ് സാൻഷന്റെ സാന്നിധ്യത്തിൽ എടുത്ത് വിഴുങ്ങിയാൽ അത് അബദ്ധമാവുമെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ട് ആ പ്രിമോഡിയൽ സ്പിരിറ്റിനെ അവിടെ വെച്ച് മാർക്ക് നശിപ്പിച്ചത്. ആ സമയത്ത് മാർക്കിന്റെ ടോക്കൺ ഒന്ന് തിളങ്ങി. മാർക്കിന്റെ ടോക്കണിൽ കൃത്യമായി 20 പോയിന്റ് ആ നിമിഷം തന്നെ വന്നു. ജൂവിന്റെ ടോക്കണിലും ആ പോയിന്റ് വന്നു. ശരിക്കും ഈ സമയത്ത് സാൻഷൻ ഏതാണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. ആ ടോക്കൺ തിളങ്ങുന്നതും ഫെഡറിക് ടോക്കണിൽ നോക്കുന്നതും. തന്നെ തന്നെ അമ്പരന്ന് നോക്കുന്ന സാൻഷനോടായി മാർക്ക് പറഞ്ഞു, സുഹൃത്തേ, ഞാൻ യഥാർത്ഥത്തിൽ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് വന്ന ആളല്ല, ഞാൻ ഒരു ഡെവിൾ ഹണ്ടറാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ ടോക്കൺ സാൻഷനെ കാണിച്ചു. സാൻഷൻ ആ ടോക്കണിലേക്ക് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഡെവിൾ ഹണ്ടറിന്ന്, നിങ്ങൾ തണ്ടർ കോർട്ട്യാർഡിൽ നിന്നാണല്ലേ? അതെ സുഹൃത്തെ, തണ്ടർ കോർട്ട്യാർഡിലെ ഡീമൺ സ്ലേയിങ് പീക്കിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം ഈ യാനിക് നോവയുടെ കേസിൽ. അത് കേട്ടതും സാൻഷൻ മാർക്കിനോട് പറഞ്ഞു, സുഹൃത്തെ, ഇന്ന് വരെ തണ്ടർ കോർട്ട്യാർഡിന് തെറ്റു പറ്റിയിട്ടില്ല. അവരുടെ ലിസ്റ്റിൽ കൊല്ലപ്പെടേണ്ട ഒരാളുടെ പേര് കയറുക എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാകും. തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീമൺ സ്ലേയിങ് പീക്കിന് തെറ്റു പറ്റില്ല. സാൻഷന് തണ്ടർ കോർട്ട്യാർഡിനെ കുറിച്ചും ഡീമൺ സ്ലേയിങ് പീക്കിനെ കുറിച്ചും നന്നായിട്ട് അറിയാം. സെൻട്രൽ പ്ലെയിനിൽ പലപ്പോഴും ഗുരുതരമായി തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ഈ തണ്ടർ കോർട്ട്യാർഡിനെ കൊണ്ട് വേട്ടയാടിപ്പിക്കുന്ന പതിവ് ഉള്ളത് ഗൂ ഫാമിലിയിലെ സാൻഷൻ അറിയാം. സാൻഷൻ അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ മാർക്കിനും ജൂവിനും ഒരുപോലെ ഒരു ആശ്വാസമായി. ആ മൂവർ സംഘം തിരിച്ച് അതിവേഗം അവിടെ നിന്ന് മടങ്ങി. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ആ മൂവർ സംഘത്തിനും അറിയാം. അവർ മടങ്ങിയെത്തുമ്പോൾ ഈ യാനിക് നോവയ്ക്കൊപ്പം വന്ന ആളിനെ മാത്രം കാണാനില്ല. അവൻ്റെ കൂട്ടുകാരിയെ തിരക്കി അവിടെ കറങ്ങി നടക്കുകയാണ്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊരു സംശയം ശരിക്കും മാർക്കിനും ജൂനും ഉണ്ട്. അവരെ അമ്പരപ്പിച്ചുകൊണ്ട് സാൻഷൻ അവരോട് പറഞ്ഞു, ഏയ്, അവൻ ഇവിടത്തുകാരനല്ലേ, അവൻ എങ്ങനെയെങ്കിലും വന്നോളൂ, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. അങ്ങനെ പറഞ്ഞ സാൻഷൻ അതിവേഗം അയാളുടെ ആ അനക്കോണ്ടയെ വരുത്തി അതിൽ മാർക്കും ജൂ ഒന്നിച്ച് അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ സാൻഷൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉടൻ തന്നെ തണ്ടർ കോർട്ട്യാർഡിലേക്ക് മടങ്ങുമല്ലേ? ആ, ഡ്യൂട്ടി കഴിഞ്ഞാൽ വേഗം മടങ്ങണമെന്നാണ് നിയമം. അത് കേട്ടതും സാൻഷൻ മാർക്കിനോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? ഫെഡറിക് എന്ന് പറഞ്ഞ പേര് യാഥാർത്ഥ്യമല്ല എന്ന് ആ ഗൂസ് സാൻഷന് തോന്നിയത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് ഗൂസ് സാൻഷനോട് പറഞ്ഞു, എന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്, ഞാൻ ഉറപ്പായും നിങ്ങളുടെ സെൻട്രൽ പ്ലെയിനിലേക്ക് വരും. അത് കേട്ടപ്പോൾ ഗൂഷൻ ഒന്ന് ചിരിച്ചു. ഇതുപോലെ ഒരുപാട് മാർക്ക് ഫെല്ലർമാരെ അയാൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. സെൻട്രൽ പ്ലെയിനിലേക്ക് വരാമെന്ന് പലരും പറയും, പക്ഷേ അങ്ങനെ അങ്ങ് സെൻട്രൽ പ്ലെയിനിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയില്ലല്ലോ. ആ കാര്യം ഗൂഷൻ അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഗൂഷന് ചിരിയാണ് വന്നത്. എന്തായാലും ആ മൂവർ സംഘം ആ ഓഷ്യൻ സിറ്റിയിൽ മടങ്ങിയെത്തി. അവിടെ നിന്ന് സീഷനുമായി വേർപിരിയുമ്പോൾ മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ജൂ, നമ്മൾ കേട്ട കഥയിൽ യാനിക് നോവയ്ക്കൊപ്പം ഒരു ട്രൂ സെയിന്റ് വെപ്പൺ ഉള്ളതായിട്ടല്ലേ? പക്ഷേ നമ്മൾ കണ്ടില്ലല്ലോ. അവിടെ ആ തറയ്ക്കുള്ളിലേക്ക് ആരോ യാനിക് നോവയെ വലിച്ച് താഴ്ത്തിയപ്പോൾ അവര് ആ ട്രൂ സെയിന്റ് വെപ്പൺ കണ്ടില്ല. ട്രൂ സെയിന്റ് വെപ്പൺ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ അതെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചനെ. ഇനി യാനിക് നോവയ്ക്ക് ട്രൂ സെയിന്റ് വെപ്പൺ ഉപയോഗിക്കാൻ പറ്റാത്ത ശൈലിയിൽ അയാൾ പിടിക്കപ്പെട്ടു പോയതാണോ, അതോ ട്രൂ സെയിന്റ് വെപ്പൺ അയാൾ വീട്ടിൽ വെച്ചിട്ട് പോയതാണോ? ആ ഒരു ചോദ്യം മാർക്കിന്റെയും അതുപോലെ ജൂവിന്റെയും മനസ്സിലുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ യാനിക് നോവയുടെ വീടൊന്ന് പരിശോധിക്കണം. രാത്രിയിൽ ശബ്ദമുണ്ടാക്കാതെ ജൂവും മാർക്കും യാനിക് നോവയുടെ വീടിനകത്തേക്ക് നുഴഞ്ഞു കയറി. അവർ വീടും പരിസരം മുഴുവൻ അരിച്ചു പറക്കിയെന്ന് പറയാം. ഏതാനും മണിക്കൂറുകൾ ആ വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. ട്രൂ സെയിന്റ് വെപ്പൺ അവിടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി മാർക്കിന്റെ ഡിവൈൻ ഐ കാര്യമായി തന്നെ ഉപയോഗിച്ചു. ആ ഡിവൈൻ ഐക്കോ ജൂവിന്റെ ഡിവൈൻ സെൻസിനോ അവിടെ ഒരു ട്രൂ സെയിന്റ് വെപ്പൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മാർക്കും ജൂവും അന്വേഷണം മതിയാക്കി
മടങ്ങിപ്പോയത് പുറകുവശത്തെ ഒരു ഷെഡിന് സമീപത്തുകൂടിയാണ്. അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിന് എന്തോ സ്മെല്ല് ഫീൽ ചെയ്തു. രക്തത്തിന്റെ സ്മെല്ലാണ്. ജൂവിനും അത് അനുഭവപ്പെട്ടു. രണ്ടുപേരും ആ സ്മെല്ലിന്റെ കേന്ദ്രം ലക്ഷ്യമാക്കി അതിവേഗം ഓടിയെത്തി. അവര് ആ വീടിന്റെ പുറകിലായി ഒരു വലിയ പിറ്റാണ് കണ്ടത്, ഒരു വലിയ കുഴി. ആ കുഴിയിൽ ഒരുപാട് ബോഡികൾ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡീമൺ സ്ലേയിങ് പീക്ക് യാനിക് നോവയെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് ആ കുഴിയിലേക്ക് നോക്കിയ ആ നിമിഷം തന്നെ ജൂവിനും മാർക്കിനും മനസ്സിലായി. നിരപരാധിയായ ഒരാളെ താൻ കൊന്നുവോ എന്നൊരു സംശയം മാർക്കിനുണ്ടായിരുന്നു. ആ സംശയം ഇതാ ആ കാഴ്ച കണ്ട നിമിഷത്തിൽ മാർക്കിൽ നിന്ന് അപ്രത്യക്ഷമായി. മാർക്കിന് ആ കാഴ്ച കണ്ടപ്പോൾ ഒരു ഭയവും ഒരു സന്തോഷവും ഒരുമിച്ച് മാർക്കിനുണ്ടാവുകയാണ്. മാർക്കും ജൂവും പെട്ടെന്ന് മറ്റൊരു കാഴ്ച കണ്ടത്, ആ കുഴിക്കുള്ളിൽ ഒരു മാന്ത്രിക പാത്രം ഇരിക്കുകയാണ്. ആ മാന്ത്രിക പാത്രത്തിലേക്ക് നോക്കിയ മാർക്ക് പെട്ടെന്ന് കുനിഞ്ഞ് ആ കുഴിയിൽ നിന്ന് ആ പാത്രം പൊക്കിയെടുത്തു. ആ പാത്രം ശരിക്കും ഒരു സീത്രൂ പാത്രമാണ്. അകത്തുള്ളത് പുറത്ത് കാണാം. ആ പാത്രത്തിലേക്ക് നോക്കിയ മാർക്കും ജൂവും ഒരുപോലെ ഞെട്ടുകയാണ്. ആ ബോട്ടിലിനകത്ത് പ്രിമോഡിയൽ സ്പിരിറ്റ് അടുക്കി ഇട്ടേക്കുകയാണ്. ഒരു കുപ്പിക്കകത്ത് നമ്മൾ മാങ്ങ അച്ചാറിടും പോലെയോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറിടും പോലെ ഇതാ പ്രിമോഡിയൽ സ്പിരിറ്റ് നിരത്തി വെച്ചിരിക്കുകയാണ്. ആ കുഴിക്കകത്തുള്ള ആളുകളുടെ പ്രിമോഡിയൽ സ്പിരിറ്റ് കളക്ട് ചെയ്ത് ആ കുപ്പി തന്നെ വെച്ചിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ആരും വരാത്തതുണ്ടാകാം ആ കുഴിയിൽ ആ പ്രിമോഡിയൽ സ്പിരിറ്റിന്റെ കുപ്പി അങ്ങനെ യാനിക് നോവ വെച്ചിരുന്നത്. മാർക്ക് ആ കുപ്പിയിലേക്ക് അങ്ങനെ നോക്കുന്ന കണ്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ഇതാ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി. ഇനി മാർക്ക് ആരെ കൊല്ലേണ്ട കാര്യമില്ല. മാർക്കിന് എല്ലാ ദിവസവും വിഴുങ്ങാനായി പ്രിമോഡിയൽ സ്പിരിറ്റ് ഇതാ ആ കുപ്പിയിലുണ്ട്. കുറെ നാളത്തേക്കുള്ള മാർക്കിന്റെ ആവശ്യം ആ കുപ്പി നിറവേറ്റും. മാർക്കും ജൂവും ശരിക്കും സന്തോഷത്തോടെയാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാർക്കിനും ജൂവിനും ഒരുപോലെ സന്തോഷമുണ്ട്. മാർക്കിന് ആ ജാറാണ് ലഭിച്ചിരിക്കുന്നെങ്കിൽ അവിടെ വന്ന ആ ദിവസം അവിടെയുള്ള ഒരു ലേലത്തിൽ പങ്കെടുത്ത ജൂ ഒരു കല്ല് വാങ്ങിച്ചിരുന്നു. ആ കല്ല് പൊട്ടിച്ചപ്പോൾ ജൂവിന് ഒരു റേക്ക് കിട്ടി. സാധനങ്ങളൊക്കെ വലിച്ചു വരെ ഉപയോഗിക്കുന്ന ഒരു മൺവെട്ടിയും ചൂലും കലർന്ന ഒരു സംവിധാനം, ഒരു ആയുധമായിട്ട് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കും. അതിന്റെ നിറം സ്വർണമാണ്. ആ സ്വർണ്ണ നിറത്തുള്ള റേക്കിന് ജൂവിന്റെ അത്രയും വലിപ്പമുണ്ട്. ആ റേക്ക് ജൂവിന്റെ ആ മാന്ത്രിക നിലവറയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. രണ്ടു പേർക്കും രണ്ട് സാധനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതുമായി ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ അവർ തണ്ടർ കോർട്ട്യാർഡിലെ അവരുടെ ഡീമൺ സ്ലേയിങ് സെഷനിൽ മടങ്ങിയത്. ഡീമൺ സ്ലേയിങ് സെഷനിൽ മടങ്ങിയെത്തിയ മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ജൂ, നമുക്ക് ഈ റേക്ക് ഡീൻ ലീ ഒന്ന് കാണിച്ചാലോ? പിന്നെന്താ, നമുക്ക് ഉറപ്പായി ഇതുകൊണ്ട് കാണിക്കണം. ആ റേക്ക് സുവർണ്ണ നിറത്തിലായതുകൊണ്ട് അതിനെന്തോ പ്രത്യേകത ഉണ്ടെന്ന് ജൂവിന് തോന്നിയിരുന്നു. പക്ഷെ എന്താണ് അതിന്റെ പ്രത്യേകത ചോദിച്ചാൽ ജൂവിന് അറിയില്ല. ജൂവും മാർക്കും കൂടി പിറ്റേ ദിവസം ആ പ്രധാനപ്പെട്ട ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. ഡീൻ ലീ ഉള്ള ബിൽഡിങ്ങിൽ പഴയതുപോലെ ആ ചെറുപ്പക്കാരെത്തി. ആ ചെറുപ്പക്കാർ മാർക്കിനെയും ജൂവിനെയും അവിടെ നിന്ന് ഡീൻ ലീ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മാർക്കും ജൂവും ഡീൻ ലീ ഉള്ള ആ നിലയിൽ എത്തുമ്പോൾ അവിടെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഡീൻ ലീ ധ്യാനത്തിൽ ഇരിക്കുകയാണ്. ഡീൻ ലീയുടെ ഇടുപ്പിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും ഒരു ഇളം പച്ച നിറത്തിലാണ്, താഴ്ഭാഗം വെള്ള നിറത്തിലുമാണ്. എന്താണ് ആ രംഗത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ മാർക്കിനോ ജൂവിനോ അറിയില്ല. പക്ഷേ വളരെ രസകരമായ ഒരു കാഴ്ച. അന്തരീക്ഷം പോലും രണ്ടായി മാറിയിരിക്കുകയാണ്. തറയിൽ നിന്ന് ഡീൻ ലീയുടെ ഇടുപ്പിന്റെ പകുതി വരെ പൂർണ്ണമായും വെളുത്ത നിറം, അവിടെ മുതൽ മുകളിലേക്ക് പച്ച നിറം. അങ്ങനെയാണ് ആ മുറി ഇപ്പൊ കാണപ്പെടുന്നത്. മാർക്കും ജൂവും ആ മുറിക്കുള്ളിലേക്ക് കടന്നതും ഡീൻ ലീ കണ്ണു തുറന്നു. അവരെ കണ്ടതും ഡീൻ ഒന്ന് പുഞ്ചിരിച്ചു. ബാ, രണ്ടുപേരും ബാ. അവരെ കണ്ടതും ഡീൻ ലീ പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. ഡീൻ ലീ അവർ രണ്ടുപേരെയും തൊട്ടടുത്തെ വലിയ ഹാളിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ഡീൻ ലീ ആളുകളുമായി സംസാരിക്കുക. ഡീൻ ലീ അവിടെ ഇരുന്നതും ജൂ ഡീൻ ലീയോട് പറഞ്ഞു, ഡീൻ ലീ, എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഞങ്ങള് ഇപ്പോ ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. ഞാനത് ഡീൻ ലീയെ കാണിക്കാം. അത് ഒരു സെയിന്റ് വെപ്പണാണോ എന്ന് നോക്കി എന്നോട് പറയണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു കാരണവശാൽ ഇത് അടിച്ചു മാറ്റരുത്. വളരെ കൂളായിട്ടാണ് ജൂ അത് പറഞ്ഞത്. ജൂ പറയണ കേട്ടതും ഡീൻ ലീ ചിരിച്ചുകൊണ്ട് ജൂവിനോട് പറഞ്ഞു, ഏയ് ജൂ, പേടിയൊന്നും വേണ്ട, ഞാനത് എടുക്കുന്നില്ല. അങ്ങനെ ഡീൻ ലീ ഉറപ്പ് കൊടുത്തതും
ജൂ അവളുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ സുവർണ്ണ നിറത്തിലുള്ള റേക്ക് എടുത്ത് മുന്നോട്ട് വെച്ചു. ജൂവിന്റെ അത്രയും പൊക്കമുള്ള ഒരു വലിയ മൺവെട്ടി, അങ്ങനെ നമുക്ക് ആ റേക്കിനെ വിളിക്കാം. മൺവെട്ടിയുടെ തട്ട് പരന്നിരിക്കും. ഈ റേക്കിലാണെങ്കിൽ അനവധി ചാലുകളുണ്ട്. മണ്ണും ചവറും ഒക്കെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ശൈലിയിലുള്ള ഒരു വസ്തു എന്ന് പറയാം. ഡീൻ ലീ ആ റേക്ക് കയ്യിൽ വാങ്ങിച്ചതും ആ റേക്കിന്റെ നിറം ആ നിമിഷവും അങ്ങ് മാറി. അത് പെട്ടെന്ന് വെള്ളി നിറത്തിലായി. അത് കണ്ടതും ജൂ അമ്പരപ്പോടെ ഡീൻ ലീയോട് പറഞ്ഞു, എന്റെ സ്വർണ്ണ റേക്ക് എവിടെ? നിങ്ങൾ അത് മാറ്റിയത് വെള്ളിയാക്കിയോ? അങ്ങനെ ഡീൻ ലീയോട് ജൂ ചോദിക്കുമ്പോൾ ജൂ അത് മാർക്കിന് നേരെ ഇട്ടു കൊടുത്തു. തനിക്ക് നേരെ ഇട്ട ആ വെള്ളി നിറത്തുള്ള റേക്കിൽ മാർക്ക് പിടിച്ചതും അതിന്റെ നിറം കറുപ്പായി. അത് കണ്ടതും ഡീൻ ലീ ഒന്ന് പുഞ്ചിരിച്ചു. ശരിക്കും ജൂ അമ്പരം നിൽക്കുകയാണ്. അവളുടെ കൺമുന്നിൽ വെച്ചാണ് ആ വെള്ളി റേക്ക് ഡീൻ ലീ മാർക്കിന് ഇട്ടുകൊടുത്തത്. മാർക്ക് അത് പിടിച്ചതും അതിന്റെ നിറം കറുപ്പായി. അമ്പരം നിൽക്കുന്ന ജൂവിനെ നോക്കിയിട്ട് ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് ജൂവിന് കൊടുത്തേ. മാർക്ക് ഉടൻ അത് ജൂവിന് ഹാൻഡ് ഓവർ ചെയ്തു. ജൂവിന്റെ കയ്യിലേക്ക് അത് വന്നതും അതിന്റെ നിറം പഴയതുപോലെ സ്വർണ്ണ നിറമായി. അവിടെയുള്ള 3 പേരും ആ റേക്ക് കൈവശം വെച്ചപ്പോൾ ആ റേക്കിന്റെ നിറം വ്യത്യസ്തമായിരുന്നു. മാർക്ക് അമ്പരപ്പോടെ ഡീൻ ലീയോട് ചോദിച്ചു, ഡീൻ ലീ എന്താ ഈ സംഭവം? മാർക്ക്, ഇത് ഒരു ഡിവൈൻ വെപ്പണാണ്. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഒരു ട്രൂ സെയിന്റിന്റെ സ്വന്തം ആയുധമാണ് ഈ റേക്ക്. അത് ഉപയോഗിക്കുന്ന ആളിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിറം മാറും. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഒരു നിറവും നിങ്ങളുടെ കൈകളിൽ വേറെ നിറവുമായത്. ഇതിന്റെ യഥാർത്ഥ നിറം വെള്ളി നിറമാണ്. ഡീൻ ലീ അത് പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. ഡീൻ ലീ മിനിമം ട്രൂ സെയിന്റ് ലെവലിലെങ്കിലും ഉള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ കൈവശം ആ റേക്ക് എത്തിയപ്പോൾ അതിന്റെ യഥാർത്ഥ നിറം അത് കാണിച്ചത്. ഒരു റിവേഴ്ഷൻ ഓയിൽ സ്റ്റേജുകാരിയാണ് സാക്ഷാൽ ജൂ. ജൂവിന്റെ കയ്യിൽ അതിന് സുവർണ്ണ നിറവുമാണ്. മാർക്ക് മൈറ്റി ലെവലിലാണ്. ആ മൈറ്റി ലെവലിൽ ആള് കൈവശം വയ്ക്കുമ്പോൾ റേക്കിന് കറുപ്പ് നിറമേ കിട്ടും. മാർക്കിന്റെ കഥ ഏതാണ്ട് മനസ്സിലാവുകയാണ്. ആ റേക്കിനെ കുറിച്ച് ഡീൻ ലീ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരുമായി പങ്കുവച്ചു. പങ്കുവെക്കുന്നതിനിടയിൽ ഡീൻ ലീ അവരോട് പറഞ്ഞു, ഈ റേക്ക് ശരിക്കും ഒരു ഡിവൈൻ ഉൽപ്പന്നമാണ്. ഒരുപാട് സെയിൻ വെപ്പണുകളുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു ദിവ്യ ആയുധമാണ് ഈ റേ. ഇതിന്റെ പൂർണ്ണ ശക്തി ഇതുവരെയും വീണ്ടെടുത്തിട്ടില്ല. പൂർണ്ണ ശക്തി വീണ്ടെടുത്താൽ ഇതൊരു അൺബിലീവബിൾ ആയിട്ടുള്ള ആയുധമാണ്. ജൂ ഇത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ഡീൻ ലീ പറഞ്ഞതും ജൂ അപ്പൊ തന്നെ ആ റേക്ക് ജൂവിന്റെ നിലവറിലേക്ക് മാറ്റി. ഒരു കൊച്ചുകുട്ടിയുടെ ശൈലിയിലാണ് ജൂവിന്റെ ആക്ഷൻസ് ഒക്കെ. ജൂ പെട്ടെന്ന് ഡീൻ ലീയോട് പറഞ്ഞു, അപ്പൊ പിന്നെ വേറൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഇറങ്ങട്ടെ, വന്ന കാര്യം കഴിഞ്ഞു, ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള ശൈലിയിൽ ജൂ പറഞ്ഞതും ഡീൻ ലീ അവരെ പോകാൻ അനുവദിച്ചു. അവർ രണ്ടുപേരും നടന്ന് വാതിൽക്കൽ എത്താറായതും ഡീൻ ലീ അവരെ വിളിച്ചു, ഒന്ന് നിന്നേ. രണ്ടുപേരും നിന്നതും ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ പുറത്തു വയ്ക്കൂ. അല്ല ജൂവിനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ പുറത്തു. മാർക്ക് കൂടുതൽ സംസാരിക്കാതെ നേരെ പുറത്തിറങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡീൻ ലീയുടെ മുറിയിൽ നിന്ന് ജൂ പുറത്തു വന്നത്. ജൂവിനെ കണ്ടതും മാർക്ക് ചോദിച്ചു, എന്തുണ്ടായ? ആ കിളവൻ എന്നെ വിളിച്ച് അടുത്ത് എത്തിയിട്ട് അയാളുടെ കൈ കൊണ്ട് എന്നെ നെറ്റി തൊടുകയായിരുന്നു. അയാൾ ആ കൈ ഏകദേശം 1 മണിക്കൂർ അങ്ങനെ വെച്ചിരുന്നു. ജൂ വളരെ കൂളായിട്ടാണ് ഡീൻ ലീയെ ആ കിളവൻ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്നത്. മാർക്ക് അത് കേട്ട് അമ്പരം നിൽക്കുകയാണ്. അതിനൊക്കെ എന്ത് മറുപടിയാ പറയുക? ഡീൻ ലീ ഒരു പവർ ജൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിരിക്കുമെന്ന് പെട്ടെന്ന് മാർക്കിന് തോന്നുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഡീൻ ലീ ജൂവിന്റെ നെറ്റിയിൽ കൈ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഡീൻ ലീ എന്തോ ഒരു പവർ ജൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അർത്ഥമാണ്. ആ 1 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ കൈവച്ചിരിക്കേണ്ട കാര്യമില്ല. മാർക്കും ജൂവും കൂടി ഡീമൺ സ്ലെയിങ് സെക്ഷനിൽ മടങ്ങിയെത്തി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവര് ഒരു വാർത്ത അറിഞ്ഞു. സെൻട്രൽ പ്ലെയിനിലേക്ക് ഒരു സംഘത്തെ അയക്കാൻ സെൻട്രൽ പ്ലെയിനിൽ അവർക്കൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആ വാർത്ത അവരെ അറിയിച്ചത് സാക്ഷാൽ സോങ് ബായിയാണ്. സോങ് ബായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിനക്ക് വലിയ ആഗ്രഹമല്ലേ സെൻട്രൽ പ്ലെയിനിലേക്ക് പോവാൻ? ഇതാ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ സോങ് ബായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് 8 പേരെയാണ് ഈ പ്രാവശ്യം കൊണ്ടുപോകും. 8 പേർക്കാണ് ജൂലിയനാണ് ടീമിനെ നയിക്കുന്നത്. ജൂലിയൻ 8 പേരെ കൂടെ കൊണ്ടുപോകും. ജൂലിയനെ നയിക്കുന്നത് കേട്ടപ്പോൾ ജൂവിന്റെ മുഖം വാങ്ങി. ജൂലിയനും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയതാണ്. ആ ഏറ്റുമുട്ടലിനെ കുറിച്ച് പലരും അറിഞ്ഞിട്ടില്ലെങ്കിലും ജൂവിനും മാർക്കിനും അത് അറിയാമല്ലോ. എന്തായാലും ജൂലിയൻ മാർക്കിനെയോ ജൂവിനെ തിരഞ്ഞെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ
അവർക്ക് രണ്ടുപേർക്കും ഒരു സംശയവുമില്ല. എന്തായാലും പിറ്റേ ദിവസം ആ സെലക്ഷനിൽ പങ്കെടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. പിറ്റേന്ന് ആ സെലക്ഷൻ നടക്കുന്നത് ജൂലിയന്റെ ഗുഹയ്ക്കുള്ളിൽ വെച്ചാണ്. മാർക്കും ജൂവും കൂടി ജൂലിയന്റെ ഗുഹയുടെ മുന്നിൽ എത്തുമ്പോൾ അവിടെ അനവധി ആളുകൾ നിൽക്കുകയാണ്. എല്ലാവരും റിവേഷൻ ഓയിൽ സ്റ്റേജുകാരാണ്. അവരെല്ലാവരും മാർക്കിനെ കണ്ടതും മാർക്കിന് അടുത്തേക്ക് വന്നു. മാർക്ക്, സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ നിനക്ക് ശരിക്കും താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മാർക്ക്, ഇത് പക്ഷെ ഒരു അപകടം പിടിച്ച മിഷനാണെന്നാണ് ഞാൻ കേട്ടത്. ജൂലിയൻ, നിന്നെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ മാർക്കിനോട് അത് തന്നെ പറഞ്ഞു. മാർക്കും അവരും തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പമാണ്. മാർക്കിന് സെൻട്രൽ പ്ലെയിനിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് മാർക്ക് പലതവണ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം കാര്യം. എന്തായാലും അല്പസമയം കഴിഞ്ഞതും ജൂലിയന്റെ ആ ഗുഹയുടെ വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് പീക്ക് മാസ്റ്ററും ജൂലിയനും ഉണ്ട്. ചെറുപ്പക്കാരും മാർക്കും ജൂലിയനും എല്ലാം അകത്തേക്ക് കടന്നു. എല്ലാവരും നിരന്ന് നിൽക്കുമ്പോൾ ജൂലിയൻ അവരോട് പറഞ്ഞു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷനാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ മിഷൻ അപകടകരമാണ്. ജീവനോട് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഒരു ഉറപ്പും ആർക്കും വേണ്ട. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഈ മിഷനിൽ നിന്ന് പിന്മാറാം. അങ്ങനെ ജൂലിയൻ പറഞ്ഞതും ആ നിൽക്കുന്ന എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ഉറക്കെ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, ഞങ്ങൾ അത് അറിഞ്ഞു തന്നെയാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ പ്ലെയിനിലേക്കുള്ള യാത്ര അപകടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയാം. എന്നാലും ആ ത്രില്ല് ഒന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ആ ടീം തീർത്തു പറഞ്ഞതും ജൂലിയൻ ഓരോരുത്തരായിട്ട് നോക്കി ആളുകളെ സെലക്ട് ചെയ്ത് തുടങ്ങി. 7 ആളുകളെ സെലക്ട് ചെയ്ത ജൂലിയൻ അവസാനം എത്തി നിന്നത് മാർക്കിന്റെ മുന്നിലാണ്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ജൂലിയൻ മാർക്കിനെ കടന്ന് ജൂവിന്റെ അടുത്തെത്തി. ജൂ എന്തോ പറയാൻ ശ്രമിച്ചതും ജൂലിയൻ ഉറക്കെ പറഞ്ഞു, 8ാമത്തെ ആള് ജൂ. അത് കേട്ടതും ജൂ ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, എനിക്ക് പോലും മാർക്കിനെ കൊണ്ടുപോകും. ജൂ അങ്ങനെ പറഞ്ഞതും ജൂലിയൻ ചൂടായിട്ട് ജൂവിനോട് ഉറക്കെ പറഞ്ഞു, ജൂ, മാർക്കിനെ സെൻട്രൽ പ്ലെയിനിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ മാർക്കിനെ സെലക്ട് ചെയ്യാത്തത്. അവിടെ റിവേഷൻ ഓയിൽ സ്റ്റേജിൽ അല്ലാത്ത ഒരാൾ വന്നാൽ ഉറപ്പായും അയാൾ കൊല്ലപ്പെടും. ജൂലിയൻ അത് പറഞ്ഞതും മാർക്കിന്റെ മനസ്സിലേക്ക് പണ്ട് ഷിയാവു പറഞ്ഞ ആ വാചകം കടന്നു വരികയാണ്. മാർക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ മിനിമം റിവേഷൻ ഓയിൽ സ്റ്റേജിലെങ്കിലും മാർക്ക് എത്തിയിരിക്കണം. ഷിയാവു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അത് മാർക്കിനോട് വ്യക്തമാക്കിയതാണ്. ഷിയാവു പറഞ്ഞ ആ ഡയലോഗ് മാർക്കിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ജൂലിയൻ പറയുന്നത് മാർക്ക് കേൾക്കുകയാണ്. മാർക്ക്, ഒരു മൈറ്റി ലെവലുകാരൻ സെൻട്രൽ പ്ലെയിനിൽ എത്തിയാൽ ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലും പോലെ അവിടെയുള്ള ആളുകൾ ആ മൈറ്റി ലെവലുകാരനെ ചവിട്ടിക്കൊല്ലും. മാർക്ക്, നിന്നെ അങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ജൂലിയനോട് എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പൊക്കെ അലിഞ്ഞു പോകുന്ന ശൈലിയിലുള്ള ഒരു പ്രസന്റേഷനാണ് ജൂലിയൻ ആ സമയത്ത് നടത്തിയത്. ജൂലിയൻ അത് പറഞ്ഞതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജൂലിയൻ പറഞ്ഞതാണ് ശരി. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫ് വേണ്ടെന്ന് വെക്കാൻ വളരെ എളുപ്പമാണ്. മാർക്ക്, നിനക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആദ്യം നീ ചെയ്യേണ്ടത് റിവേഷൻ ഓയിൽസിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആയാൽ നിന്നെ ആരും തടയത്തില്ല. പീക്ക് മാസ്റ്ററും ജൂലിയനും അത് പറഞ്ഞതും കൂടെയുള്ള ബാക്കിയുള്ള ആളുകളും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വിട്ടുകളാ, ഇനിയും അവസരം വരും. ഇത് അവസാനത്തെ അവസരമൊന്നും അല്ലല്ലോ. മാർക്കിന്റെ മുഖം ശരിക്കും മങ്ങിയതും മാർക്കിന്റെ മുഖത്തേക്ക് സങ്കടം വിരച്ചു കയറുന്നതും അവരെല്ലാവരും കണ്ടിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും മാർക്കിനെ ആശ്വസിപ്പിച്ചത്. മാർക്കിനോട് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. എന്തായാലും മാർക്കും ജൂവും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജൂവിന് ആ യാത്രയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ആ യാത്ര വഴി ലഭിക്കുന്ന പോയിന്റ് ജൂവിന് മാർക്കിന് കൊടുക്കാനുള്ളതാണ്. ആ പോയിന്റ് കിട്ടിയാലേ മാർക്കിന് ആ ലൈബ്രറിക്ക് അകത്ത് നിന്ന് ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അത് കിട്ടിയാലേ മാർക്കിന്റെ ഉള്ളിലെ ആ ചെകുത്താനെ മാർക്കിന് തളയ്ക്കാൻ പറ്റും. അതും മാർക്കിന് വേണം. അതൊന്നും ജൂവിനോ മാർക്കിനോ ആരോടും പറയാനും പറ്റില്ല. സെൻട്രൽ പ്ലെയിനിലേക്കുള്ള യാത്രയിൽ ലഭിക്കുന്ന പോയിന്റുകൾ വളരെ കൂടുതലാണ്. അത് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതല്ല. ജൂവും മാർക്കും കൂടുതലൊന്നും സംസാരിക്കാതെ അവരുടെ ഗുഹയിലേക്ക് മടങ്ങിയെത്തി. ജൂ ശരിക്കും സന്തോഷത്തിലാണ്. ജൂ ഉടൻ തന്നെ പുറത്തേക്ക് പോയി ഒരു അടിപൊളി കാളയുമായി മടങ്ങിയെത്തി. അന്ന് കാള കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ ആ കാള ഉപയോഗിച്ച് ജൂ ഉണ്ടാക്കുകയും ചെയ്തു. ജൂ പാചകം ചെയ്യുന്നതിൽ ഒരു മിടുക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അനവധി ആളുകൾക്ക് ആ ഭക്ഷണം സപ്ലൈ ചെയ്യാനും ജൂവിന് പറ്റി. എല്ലാ ആളുകൾക്കും സപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലായി പോകും. ജൂവും സ്വാഭാവികമായി ഉറക്കത്തിലായി. ബാക്കിയുള്ള ആളുകളൊക്കെ അവരവരുടെ
താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു. ജൂ നല്ല ഉറക്കത്തിലായതും മാർക്ക് ഫെല്ലർ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ഇരിക്കുന്ന കുപ്പി കയ്യിലെടുത്തു. മാർക്ക് ആ കുപ്പിയിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അതിനകത്ത് നിറയെ പ്രിമോഡിയൽ സ്പിരിറ്റുകളാണ് ഉള്ളത്. അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാർക്കിന് ആ കുപ്പി തുറക്കാനുള്ള ഒരു മോഹം ഉണ്ടായി വരികയാണ്. മാർക്ക് ശരിക്കും നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം മാർക്ക് ആ കുപ്പി തുറന്നുപോയി. ആ കുപ്പി തുറന്ന മാർക്ക് അതിൽ നിന്ന് ഒരു പ്രിമോഡിയൽ സ്പിരിറ്റ് എടുത്ത് വിഴുങ്ങുകയും ചെയ്തു. ആ പ്രിമോഡിയൽ സ്പിരിറ്റ് വിഴുങ്ങിക്കഴിഞ്ഞതും മാർക്കിന്റെ ഉള്ളിൽ പെട്ടെന്ന് ശക്തിയും കൂടി. പെട്ടെന്നാണ് മാർക്ക് രണ്ടാമത്തെ പ്രിമോഡിയൽ സ്പിരിറ്റും എടുത്ത് വിഴുങ്ങിയത്. അത് 3ആയി 4ആയി 5ആയി. ആ പ്രിമോഡിയൽ സ്പിരിറ്റുകൾ വിഴുങ്ങുമ്പോൾ മാർക്ക് വേറൊരു ലോകത്തേക്ക് പോകും പോലെ ഒരു ഫീലാ മാർക്കിന് അനുഭവപ്പെടുന്നത്. മാർക്കിന്റെ ശക്തി ശരിക്കും വർദ്ധിക്കുന്നത് മാർക്കിന് അറിയാം. മാർക്ക് 6ാമത്തെ പ്രിമോഡിയൽ സ്പിരിറ്റ് എടുക്കാനായി ആ കുപ്പി തൊട്ടതും മാർക്കിന്റെ തലയിൽ ഒറ്റയാടി. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജൂ അടുത്ത് നിൽക്കുകയാണ്. ജൂ പെട്ടെന്ന് മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങിച്ച് ആ അടപ്പങ്ങ് അടച്ചു. മാർക്ക്, നീ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ പ്രിമോഡിയൽ സ്പിരിറ്റ് വാരി കഴിച്ചാൽ എന്താകും അതിന്റെ ഫലം എന്നറിയാവൂ? ജൂ അങ്ങനെ ചോദിച്ചപ്പോഴാണ് മാർക്ക് ബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ ഒരു കാര്യം ചെയ്യ്, ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. മാർക്കിന്റെ കയ്യിൽ ഇരുന്നാൽ മാർക്ക് അറിയാതെ ആ കുപ്പി തുറന്നു പോകും. മദ്യപാന ആസക്തിയുള്ള ആളുകൾ മദ്യം വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും അറിയാതെ ആ കുപ്പിയുടെ അടുത്ത് എത്തിപ്പോകും എന്ന് പറയും പോലെ മാർക്ക് ഈ പ്രിമോഡിയൽ സ്പിരിറ്റ് ഇരിക്കുന്ന ആ കുപ്പിയുടെ അടുത്ത് എത്തിപ്പോകും. അത് മനസ്സിലാക്കിയ ജൂ ആ കുപ്പി അവരുടെ ആ മാന്ത്രിക നിലവറിലേക്ക് അതങ്ങ് മാറ്റി. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം മാർക്ക് ശരിക്കും ശാന്തനായിരുന്നു. അന്ന് രാത്രിയായപ്പോ മാർക്ക് ജൂവിനോട് പറഞ്ഞു, ജൂ, ഞാന് ജൂലിനെ ഒന്ന് കാണാം. മാർക്ക്, നീ അവനോട് പോയി കെഞ്ചത് കൊണ്ടോ അപേക്ഷിച്ചത് കൊണ്ടോ ഫലമൊന്നുമില്ല. അല്ല, ഞാൻ അയാളൊന്ന് കാണാൻ പോവുകയാണ്. മാർക്ക്, ഞാനും വരാം. ജൂ വരണ്ട. ജൂ വന്നാൽ സംഭവം പൊളിയും. മാർക്ക് ഇങ്ങനെ തീർത്തു പറഞ്ഞതും ജൂ നിവർത്തിയില്ലാതെ മാർക്കിനെ ജൂലിയന്റെ ആ ഗുഹയിലേക്ക് അയച്ചു. മാർക്ക് ജൂലിയന്റെ ഗുഹയിൽ ചെല്ലുമ്പോൾ ജൂലിയൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മാർക്കിനെ കണ്ടതും ജൂലിയൻ ചോദിച്ചു, എന്താ മാർക്ക്, നീ അപേക്ഷിക്കാനായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്? മാർക്ക്, എന്താ മാർക്ക്, നീ എന്നോട് അപേക്ഷിക്കാൻ വന്നാണോ? അല്ല. പിന്നെ ജൂലിയൻ, എനിക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അവിടേക്ക് പോകാനുള്ള ശക്തി നിനക്കില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ സെലക്ട് ചെയ്യാത്തത്. അത് കേട്ടതും മാർക്ക് ജൂലിയനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഞാൻ ജൂലിയനെ തോപ്പിച്ചാൽ ജൂലിയൻ എന്നെ കൊണ്ടുപോകുമല്ലോ. മാർക്ക് പറഞ്ഞത് കേട്ടതും ജൂലിയൻ ശരിക്കും ഒന്ന് ചിരിച്ചുപോയി. അയാൾ പൊട്ടി ചിരിച്ചു. ജൂലിയൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഒരു മൈറ്റി ലെവലുകാരനാണ്, നീ എന്നോട് എതിരിടാവുന്നു? ജൂലിയൻ, നിങ്ങളുടെ ലെവല് എന്റെ ലെവലിലേക്ക് താഴ്ത്തിയാൽ എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾ തോപ്പിക്കാൻ പറ്റും. അത് കേട്ടതും ജൂലിയൻ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുകയും മാർക്കിന്റെ കഴുത്തി പിടിച്ച് മാർക്കിനെ ആകാശത്തേക്ക് പൊക്കുകയും ചെയ്തു. ഗുഹയുടെ മുകളിലേക്ക് ഒറ്റക്കൈ കൊണ്ട് മാർക്കിന്റെ കഴുത്തി പിടിച്ച് മാർക്കിനെ പൊക്കിയ ജൂലിയൻ ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. മാർക്കിന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ജൂലിയൻ മാർക്കിനെ സാവധാനം താഴ്ന്നു നിർത്തി. അതിനുശേഷം മാർക്കിനോടായി ജൂലിയൻ പറഞ്ഞു, മാർക്ക്, നീ എന്ത് വിഡിത്തരമാണ് ഈ പറഞ്ഞെന്നറിയാവോ? നമ്മൾ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുമ്പോൾ എതിരാളി റിവേഷൻ ഓൾഡ് സ്റ്റേജുകാരനായിരിക്കും. അയാൾ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിനക്ക് വേണ്ടി അയാളുടെ ലെവല് താഴ്ത്തുന്നതെന്നാണോ നീ പറയുന്നത്? താൻ ചോദിച്ചതിൻ്റെ പിന്നിലെ മണ്ടത്തരം അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. എതിരാളി അയാളുടെ ലെവല് താഴ്ത്തി ഒരിക്കലും നമ്മളുമായി ഫൈറ്റ് ചെയ്യത്തില്ലല്ലോ. അതാലോചിച്ച് മാർക്ക് പെട്ടെന്ന് ജൂലിയനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലെവല് താഴ്ത്തണ്ട. മാർക്ക് എന്താ പറഞ്ഞേ? അതെ ജൂലിയൻ, നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ തന്നെ നിൽക്കുക. ജൂലിയൻ യഥാർത്ഥത്തിൽ റിവേഷൻ ഓൾഡ് സ്റ്റേജിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അഡ്വാൻസ് സ്റ്റേജിൽ നിന്നും അയാൾ മുന്നേറിയിട്ടുണ്ട്. പീക്ക് ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. പീക്ക് ലെവലിൽ അയാൾ ബ്രേക്ക് ചെയ്താൽ അയാൾ എത്തുന്ന ട്രൂ സെയിന്റ് ആയിട്ടാണ്. പീക്ക് ലെവലിലേക്കുള്ള ആ ജൂലിയന്റെ ആ യാത്ര തുടങ്ങിയിട്ടുന്ന കാലം ഒരുപാടായി. ആ ജൂലിയനെയാണ് മാർക്ക് ഫെല്ലർ എന്ന മൈറ്റി ലെവലുകാരൻ എതിരിടാൻ പോകുന്നത്. മാർക്ക് പറഞ്ഞത് കേട്ടതും മാർക്കിനെ ജൂലിയൻ തറപ്പിച്ചു നോക്കിയ ജൂലിയന്റെ കയ്യിലേക്ക് പെട്ടെന്ന് ശരിക്കും അയാളുടെ ഇന്ത്യൻ എനർജി അങ്ങനെ കയറി വരികയാണ്. അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. പക്ഷെ അയാളുടെ കയ്യിലേക്ക് ഊർജം ഇങ്ങനെ ഒലിച്ച് കയറി വരുന്നത് കൃത്യമായും വിസിബിളാണ്. അയാളുടെ കൈ ഒന്ന് പ്രകാശിച്ചു തുടങ്ങി. അയാളുടെ കൈക്ക് ചുറ്റും വൻ ഓറ രൂപം കൊള്ളുമ്പോൾ മാർക്കിന്റെ വലത് കൈ ജൂലിയൻ നേരെ പിടിച്ചു. മാർക്കിന്റെ വലത് കൈക്ക് ചുറ്റും
ഒരു സുവർണ പ്രകാശമാണ് വരുന്നത്. മാർക്ക് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച മാർക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത ആ 10,000 ഫിസ്റ്റ് എന്നുള്ള ആ സ്പെല്ലാണ് അവിടെ ഉപയോഗിച്ചത്. ഒറ്റ ഇടി, പക്ഷെ 10,000 ഇടിയുടെ ഫലം. ആ ഇടി മാർക്ക് ജൂലിയൻ നേരെ കൊടുത്തതും ജൂലിയൻ തന്റെ മുറുക്കിയിരുന്ന മുഷ്ടി ഒന്ന് അയച്ച് കൈ ഒന്ന് നിവർത്തി. അയാളുടെ കൈ ഒന്ന് നിവർത്തുമ്പോൾ അയാളുടെ കൈക്കുള്ളിൽ ഒരു വല്ലാത്ത റേഡിയൻസ് അനുഭവപ്പെടുകയാണ്. ശരിക്കും ഒരു ഓറ അയാളുടെ കൈക്ക് ചുറ്റുമുണ്ട്. ആ ഓറ കൊണ്ട് ജൂലിയൻ മാർക്കിന്റെ ആ ഇടി തടുത്തു. മാർക്ക് പുറകോട്ട് തെറിച്ചു. ജൂലിയൻ ഒരു സംഭവമാണെന്ന് സിമ്പിളായി വിളിച്ചു പറയുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടായത്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണും. ആ സമയത്ത് ജൂവിന്റെ അടുത്തേക്ക് സാക്ഷാൽ ജൂലിയൻ എത്തി. ജൂലിയന്റെ ഷോൾഡറിൽ മാർക്ക് ഫെല്ലർ കിടക്കുകയാണ്. മാർക്കിനെ ജൂവിന്റെ മുന്നിലേക്ക് ഇട്ടു. മാർക്കിന്റെ ബോഡി കൂടി ചോര ഒലിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട ജൂ ശരിക്കും ഞെട്ടിപ്പോവുകയും നടുങ്ങിപ്പോവുകയാണ്. ചാടി എണീറ്റ് ജൂവിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പർപ്പിൾ കളർ ഉണ്ടായി. ശരിക്കും അവൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. ജൂലിയനെ തീർക്കാനുള്ള ദേഷ്യം ജൂവിനുണ്ട്. ജൂലിയൻ അവനൊരു അവസരം ചോദിച്ചപ്പോ ഇതുപോലെ തല്ലി ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞ പോലെയായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട ജൂലിയൻ അടുത്തേക്ക് കുതിച്ചു വന്നതും ജൂവിനോട് പറഞ്ഞു അവനോട് രാവിലെ റെഡിയായി വരാൻ പറ. അത് കേട്ടതും മുന്നോട്ട് കുതിക്കാൻ പോയ ജൂ അറിയാതെ നിന്നു പോവുകയാണ്. ജൂലിയൻ എന്താ പറഞ്ഞേ? അതെ, അവനോട് നാളെ നമുക്കൊപ്പം വരാൻ റെഡിയാകാൻ പറ. അങ്ങനെ പറഞ്ഞിട്ട് ജൂലിയൻ തിരിച്ചുപോയി. ശരിക്കും ജൂ എന്തൊന്നും പറയാനറിയാത്ത ഒരു മുഖഭാവത്തോടെ തിരിഞ്ഞ് മാർക്ക് ഫെല്ലറെ നോക്കുകയാണ്. മാർക്കിന്റെ ബോധം പോയിട്ടുണ്ട്. പക്ഷേ ആ കിടപ്പിലും അവന്റെ മുഖത്ത് വല്ലാത്തൊരു നിശ്ചയദാർഢ്യം നമുക്ക് വായിച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് സാവധാനം കണ്ണു തുറന്നു. മാർക്ക് കണ്ണുറക്കുമ്പോൾ മാർക്കിന്റെ അടുത്ത് തന്നെ ജൂ ഇരിക്കുകയാണ്. മാർക്കിനെ ജൂ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലേക്ക് ജൂ ഇതിനിടയിൽ ആവശ്യത്തിന് സ്പിരിച്വൽ എനർജി കയറ്റിയിട്ടുണ്ട്. മാർക്ക് അവന്റെ ശക്തി വീണ്ടെടുത്തപ്പോൾ സാവധാനം കണ്ണു തുറന്നതാണ്. ജൂനെ കണ്ടതും മാർക്ക് അമ്പരപ്പോടെ ചുറ്റും നോക്കി. ജൂ, ഞാനിവിടെ എങ്ങനെ? ആ ജൂലിയൻ നിന്നിവിടെ കൊണ്ടുവന്നതാണ്. അത് കേട്ടതും മാർക്കിന്റെ മുഖത്ത് ഒരു വിഷമം. ആ വിഷമം കണ്ട ജൂ മാർക്കിനോട് പറഞ്ഞു, പക്ഷേ ജൂലിയൻ ഒരു മെസ്സേജ് എനിക്ക് നൽകിയിട്ടുണ്ട്. മെസ്സേജോ? എന്ത് മെസ്സേജ്? നിന്നോട് നാളെ ഞങ്ങൾക്കൊപ്പം സെൻട്രൽ പ്ലെയിനിലേക്ക് വരാൻ റെഡിയാകാനാ പറഞ്ഞിരിക്കുന്നത്. ജൂലിയൻ പറഞ്ഞ ആ വാചകം ജൂ അതുപോലെ ആവർത്തിച്ചതും മാർക്കിന്റെ മുഖത്ത് അനവധി സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകാശം ഇരച്ചു കയറുകയാണ്. സെൻട്രൽ പ്ലെയിൻ, അതാണ് മാർക്കിന്റെ സ്വപ്ന സ്ഥലം. അവിടെയാണ് സാക്ഷാൽ എമിലി ബ്ലാക്ക് ഉള്ളത്. ആ എമിലിയെ കാണാനായി ഇതാ തനിക്കൊരു അവസരം വരികയാണ്. പിറ്റേന്ന് നേരം പുലർന്നു. ഏകദേശം ഒരു 8 മണിയായപ്പോൾ ആ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് മാർക്ക് ജൂവിനൊപ്പം എത്തി. മാർക്കിനെ കണ്ടതും ബാക്കിയുള്ള ആളുകൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഇവിടെ? അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ജൂലിയനാണ്. മാർക്കും കൂടി നമുക്കൊപ്പം വരികയാണ്. ജൂലിയന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതും പീക്ക് മാസ്റ്റർ ജൂലിയനോട് ചോദിച്ചു, ജൂലിയൻ, മാർക്ക് എങ്ങനെ ഈ വേട്ടയിൽ പങ്കെടുക്കും? പീക്ക് മാസ്റ്റർ, മാർക്ക് ലോകം കാണേണ്ട ആളാണ്. അവനെ ഈ ലോകം കാണിക്കാനായി ഞാൻ കൂടെ കൂട്ടുകയാണ്. അവനെ ഈ ഹണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അതിനു പകരം അവിടേക്കൊന്ന് കാണട്ടെ. അവനെ ഞാൻ ഒന്ന് കൂടെ കൊണ്ടുപോകുന്നത് അതിനാണ്. വളരെ വളരെ മനോഹരമായിട്ടാണ് ജൂലിയൻ ആ പ്രശ്നം സോൾവ് ചെയ്തത്. മാർക്ക് ഫെല്ലർ ആ പ്ലാറ്റ്ഫോമിലേക്ക് അടക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ജൂലിയന്റെ കണ്ണുകളുമായി ഒന്നിടഞ്ഞു. മാർക്ക് അറിയാതെ ജൂലിയൻ നോക്കി കൈകൂപ്പി. അത് കണ്ടതും ജൂലിയൻ മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. ജസ്റ്റ് റിലാക്സ് മാർക്ക്, റിലാക്സ്. തലേദിവസം രാത്രി ശരിക്കും ജൂലിയന്റെ ആ ഗുഹയ്ക്കുള്ളിൽ നടന്നത് അമാനുഷികമായ ഒരു സംഘടനമാണ്. ജൂലിയൻ ശരിക്കും ഒരു ജീനിയസ് ആണ്. അയാൾ ഒരു അഡ്വാൻസ്ഡ് ലെവൽ റിവേഴ്സൺ ഓൾഡ് സ്റ്റേജിലെ അടിപൊളി യോദ്ധാവാണ്. ആ യോദ്ധാവുമായിട്ടാണ് മൈറ്റി ലെവലുകാരനായ മാർക്ക് ഫെല്ലർ ഏറ്റുമുട്ടിയത്. മാർക്കിനെ ജൂലിയൻ ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ ആ ഇടിയേറ്റ് വീഴുന്ന മാർക്ക് പിന്നെയും എണീറ്റ് വരും. മരിക്കുന്നവരെ പോരാടുമെന്നുള്ള മാർക്കിന്റെ ആ ആത്മവിശ്വാസം ജൂലിയനെ ഒന്ന് പിടിച്ചു വിലച്ചു. ആത്മവിശ്വാസമുള്ള ആൾക്ക് ഈ ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ജൂലിയനും ഉണ്ട്. മാർക്കിന്റെ കണ്ണുകളിലെ ആത്മവിശ്വാസവും തളരാതെ പോരാടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റും അത് ജൂലിയൻ കൃത്യമായി അനലൈസ് ചെയ്തിരുന്നു.
അതുകൊണ്ടാണ് ജൂലിയൻ മാർക്കിനെ കൂടെ കൂട്ടിയത്. ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ആ പ്ലാറ്റ്ഫോം അതിവേഗം മൂവ് ചെയ്യാണ്. ക്രിംസൺ കോണ്ടിനെന്റിലേക്ക് പോയതിനേക്കാൾ സമയം ശരിക്കും മാർക്കും ജൂവും ഹോളി റീജിയന്റെ ആ സെൻട്രൽ പ്ലെയിനിലേക്ക് പോയപ്പോൾ എടുത്തു. അനവധി മണിക്കൂറുകളുടെ യാത്രയ്ക്കൊടുവിൽ അവരുടെ ആ പ്ലാറ്റ്ഫോം ഒരിടത്ത് സ്റ്റോപ്പായി. ആ പ്ലാറ്റ്ഫോം ഇറങ്ങുമ്പോൾ മാർക്ക് ആ പ്രദേശം കണ്ടു. അതൊരു ഡെസേർട്ടാണ്. പക്ഷെ ഡെസേർട്ട് നിന്ന് അധികം ദൂരത്തല്ലാതെ വൻ നഗരങ്ങൾ മാർക്കിനെ കാണാം, റോഡുകളും ഒക്കെ കാണാം. മാർക്കിനെ നോക്കി ജൂലിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരാഴ്ച കഴിയുമ്പോൾ നീ ഇവിടെ മടങ്ങിയെത്തണം. അത് കേട്ടതും ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, ഞാൻ കൂടി മാർക്കിനൊപ്പം നിൽക്കാം. ജൂ, അത് പറ്റത്തില്ല. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹണ്ടിങ് ഓപ്പറേഷനാണ്. ഇവിടെ ഒരാൾ കുറഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും. ജൂലിയൻ വളരെ ടാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ജൂലിയൻ തീർത്തു പറഞ്ഞതും മാർക്കിനോട് യാത്ര പറഞ്ഞ് ആ ഹണ്ടിങ് ഓപ്പറേഷന്റെ ഭാഗമായി മൂവ് ചെയ്തതും മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് റോഡിലേക്ക് നടന്നിറങ്ങി. മാർക്കിന് കണ്ടുപിടിക്കേണ്ടത് എമിലി ബ്ലാക്കിനെയാണ്. വളരെ വളരെ വിശാലമായ ആ ലോകത്ത് എവിടെയാണ് എമിലി ഉള്ളത്? മാർക്ക് ആ റോഡിലേക്കും അങ്ങ് വിദൂരതയിൽ കാണുന്ന വൻ നഗരങ്ങളിലേക്കും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എമിലി ബ്ലാക്കിനെ തിരക്കി മാർക്ക് ഇതാ സെൻട്രൽ പ്ലെയിനിൽ എത്തിയിരിക്കുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.